Bismillah, alhamdulillah. Wassalatu wassalamu ala rasulihil amin. Wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yawmiddin. Wa sallama tasliman kathira. Amma ba'du fattaqullaha ibadallah usikum wa iyaya bitaqwallah. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ കരിഞ്ചപ്പാടി വഴിക്കടവ് പ്രദേശത്ത് ഈ വിജ്ഞാനവേദിക്ക് ആമുഖ സംസാരം നിർവഹിച്ച ബഹുമാന്യനായ ഉസ്താദ് യാസിർ സ്വലാഹി, പ്രിയപ്പെട്ട നാട്ടുകാർ, മദ്രസയുമായി ബന്ധപ്പെട്ട പാരൻസ്, കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു വിജ്ഞാന സദസ്സിൻ്റെ എല്ലാ പുണ്യവും പ്രതിഫലവും മഹത്വവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിവ് തേടുന്നതിൻ്റെ പ്രസക്തിയും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുന്നതിൻ്റെ ആവശ്യകതയും അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ ബാധ്യതയുമൊക്കെ ബോധ്യമുള്ളവരാണ് ഈ ഇരിക്കുന്ന സമൂഹം, ഈ ഇരിക്കുന്ന ആളുകൾ. എങ്കിലും ചില സന്ദർഭങ്ങളെല്ലാം ഒരു ഉണർത്തലായും ഓർമ്മപ്പെടുത്തലായും പരസ്പരമുള്ള ഒരു വസിയത്തിന്റെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഏതാനും കാര്യങ്ങൾ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ അത്യാവശ്യമുള്ള അവന്റെ ഏത് കാര്യത്തിൻ്റെയും റൂട്ട് പ്ലാനാണ് മതം എന്നത്. മലമൂത്ര വിസർജന മര്യാദകൾ പഠിപ്പിച്ചു തന്നത് മതമാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ ശരിതെറ്റുകളെ ബോധ്യപ്പെടുത്തി തന്നത് പ്രമാണമാകുന്ന മതമാണ്. ഈ മതം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാര് ലോകത്തെല്ലാം വന്നത്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നത്. മതം എന്നത് വലിയ ഭാരമേറിയ ഒന്നല്ല എന്നും വളരെ ലളിതമായി ഇന്ന ദീന യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങൾക്കൊരു ഞെരുക്കമുണ്ടാകാൻ മതം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ നമസ്കരിക്കാൻ നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നത് പ്രയാസകരമായവരോട് ഇരുന്ന് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യാത്രക്കാരനായ ഒരു മനുഷ്യന് തന്റെ യാത്രയിൽ നോമ്പൊരു പ്രയാസമായി മാറുമെങ്കിൽ അവന് നോമ്പ് ഉപേക്ഷിക്കാനും അടുത്ത ഏറ്റവും വേഗത്തിലുള്ള സൗകര്യത്തിൽ അയാൾ നോമ്പ് നോറ്റുവീട്ടാനും പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഓരോ മനുഷ്യന്റെയും പരിമിതികളും പരിധികളും മനസ്സിലാക്കിക്കൊണ്ട് മതം അവനെ പരിഗണിക്കുകയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ,
ഒരു മനുഷ്യനും അവന്റെ പരിധിയിൽപ്പെടാത്ത, അവന്റെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യവും അവന്റെ മേൽ നിർബന്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാരഥന്മാരായ അമ്പിയാക്കന്മാര് അവരുടെ മക്കളോട് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വസിയത്ത് കൊടുത്തു ബിബനീഹി, തന്റെ മക്കൾക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ്, വസിയത്ത് കൊടുക്കുകയാണ്. യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു ഒരു മതം നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. എന്തിനാ മക്കളോട് ഇത് ഉപദേശിക്കേണ്ട കാര്യം എന്താ? മതം പറയേണ്ട ആവശ്യം എന്താ? നമ്മളെ വീട്ടിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മളെ കുട്ടികൾക്ക് പലതും മേടിച്ചു കൊടുക്കാറുണ്ട്. നമ്മളെ കുട്ടിക്ക് നമ്മൾ പല കാര്യത്തിനും പരിഗണന കൊടുക്കാറുണ്ട്. എന്നാൽ മതത്തിന് എന്ത് പരിഗണനയാ കൊടുക്കാറുള്ളത്? മരിക്കുന്നതിന്റെ മുമ്പ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദീ, മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഖാലൂ, മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക്, ബാപ്പാ, നിങ്ങൾ ആരാധിച്ച, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ഏകനായ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഇവിടെയൊക്കെ നോക്കിങ്ങൾ വസിയത്ത്, പ്രാധാന്യം, ഗൗരവം കൊടുത്ത് പറയുന്നത് മതം എന്തായിരിക്കും, ആരാധിക്കും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മതവിശ്വാസം മുറുകെ പിടിക്കുക എന്നതായിരുന്നു അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന വലിയ ലക്ഷ്യവും താല്പര്യവും. പ്രിയപ്പെട്ട മകനോട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അതേ ഒരു മഅ്സിലിൽ, ഒരു മേടയിൽ ഇരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അവിടെ പ്രളയം വരാനിരിക്കുകയാണ്, നശിപ്പിക്കാൻ പോകാണ് ഒരു ഖൗമിനെ. ബാപ്പ എന്ന നിലക്കും ഒരു പ്രവാചകൻ എന്ന നിലക്കും മകനായ ആ മകന്റെ അടുത്തേക്ക് ബാപ്പ ചെല്ലുകയാണ്, നൂഹ് നബി ചെല്ലുകയാണ്. എന്നിട്ട് യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറണം. വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ കൂടെ മോനെ നീ ഉണ്ടാകരുത്, നീ ആ മതത്തിന്റെ വക്താവാകരുത്. അള്ളാനെ ആരാധിച്ച് അള്ളാഹുവിൽ വിശ്വാസം നേടിയെടുക്കുന്ന ഈമാനുള്ള പരലോകബോധമുള്ളവരുടെ കൂടെ ഉണ്ടാകണം മോനെ. പക്ഷേ മോൻ അന്നത്തെ നിഷേധികളിൽ വലിയ ഒരാളായി. അവൻ നിക്കാരത്തോടെ വാപ്പാനോട് പറയുന്നുണ്ട്, ബാപ്പാ, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറാൻ പോണില്ല, ബാപ്പാന്റെ മതം എനിക്ക് വേണ്ട, ബാപ്പാന്റെ വിശ്വാസവും എനിക്ക് താല്പര്യമില്ല, ഞാൻ ഏതെങ്കിലും മലന്റെ മുകളിലോ അതുപോലെ തന്നെ മരത്തിന്റെ മുകളിലോ എവിടെങ്കിലും കയറി രക്ഷപ്പെടാം. കൂട്ടാക്കിയിട്ടില്ല. എന്നും മതപരമായ കാര്യങ്ങളിൽ ഒരു പിന്തിരിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണത്. സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അവസാനമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ വേളയിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നതാ നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്കിതാ അല്ലാഹു തആല തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, ഈ മതത്തിന് തൃപ്തിപ്പെട്ട് അല്ലാഹു തന്നിരിക്കുന്നു. ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല, ഇതിൽ നിന്ന് ഒന്നും ഇനി ഒഴിവാക്കാനുമില്ല. ഇനി മതപരമായ നമ്മുടെ ഏതേത് തർക്കങ്ങൾ വന്നാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇനി ഏത് കാലം കഴിഞ്ഞാലും, എത്ര കൊല്ലം കഴിഞ്ഞാലും, ഏത് തലമുറ ലോകത്ത് വന്നാലും, നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഇനി മടക്കേണ്ടത് ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്ക്, റസൂലിലേക്ക് മടക്കുക. അപ്പൊ മതപരമായ പ്രമാണങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, നിങ്ങൾക്കത് മുറുകെ പിടിക്കാം.
എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മതം വേണ്ട, മതമാണ് പ്രശ്നം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതങ്ങളാണ് എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങൾ ഉണ്ടാക്കുന്നത്, മതങ്ങളാണ് തമ്മിൽ തല്ലിക്കുന്നത്, മതങ്ങളാണ് കൊല്ലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പിന്തിരിപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പല മക്കളും ഇന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പരിഹാസത്തോടെ ഒരു ദീന മതോ ഇസ്ലാമോ എന്ന് നമ്മുടെ കുട്ടികൾ നമുക്കിടയിൽ നിന്ന് ചോദ്യം തുടങ്ങിയത് ഈ നിലക്കുള്ള സോഷ്യൽ മീഡിയയിലുള്ള ക്യാമ്പയിനുകളുടെ ഭാഗമാണ്. എന്നിട്ട് അവർ പഠിപ്പിക്കുന്നത് എന്താണ്? മതം എന്ന് പറഞ്ഞാൽ കാണാത്ത ദൈവത്തിൽ വിശ്വസിക്കലാണ്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു പരലോകമുണ്ടത്രേ, ഒരു സ്വർഗമുണ്ടത്രേ, ഒരു നരകമുണ്ടത്രേ. ഇതെല്ലാം കെട്ടുകഥകളാണെന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീന് വഹിന്റെ അടിസ്ഥാനത്തിലാ സംസാരിച്ചത്. ആരെങ്കിലും ഒരാൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിച്ചതല്ല ഈ ഇസ്ലാമാകുന്ന മതം. അവിടുന്ന് നബി തങ്ങളെ പറ്റി പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി എന്തെങ്കിലും സ്വന്തമായിട്ട് തോന്നുമ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നു? നബിതങ്ങൾക്ക് പോലും വഹീ കിട്ടി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 7 ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് ഭൂമി ലോകത്തിരിക്കുന്ന നബിതങ്ങൾക്ക് വഹീ കൊടുത്ത അള്ളാന്റെ കലാമാകുന്ന അള്ളാന്റെ സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ലോകത്തെ ഏറ്റവും മികച്ച ഉത്തമമായ സംസാരം അള്ളാന്റെ കലാമാണ്. ഇത് മതം പഠിപ്പിച്ചേരാ. വഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമമായ വഴികാട്ടിയായ മാർഗചര്യകൾ പഠിപ്പിച്ച ഹദിയ അത് നബി തങ്ങളുടെ ചര്യയാണ്. ഇത് രണ്ടും മുറുകെ പിടിക്കുക. ഈ മതം മുറുകെ പിടിച്ചാൽ എന്ത് ഗുണമാണ് ഒരു വ്യക്തിക്ക് കിട്ടാൻ പോണത്? ഖബറിനകത്ത് ഇറക്കി വെക്കല്ലോ, മനുഷ്യന്മാരെ ഇറക്കി വെക്കണല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅൻ വഅംവാതാ. ഈ ഭൂമി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പാകത്തിലാണ്. ജീവിക്കുമ്പോ ഭൂമിന്റെ മേലെ കൂടെ ഇങ്ങനെ കസേര കെട്ടി നമ്മളിങ്ങനെ നടക്കും, കസേര കെട്ടിരിക്കും, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. മരിച്ചാൽ ഈ മണ്ണിന്റെ നേരെ താഴേക്ക് നമ്മൾ ഖബറടക്കം ചെയ്യും. ഇനി രണ്ടിനും പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു ഈ ഭൂമി പടച്ചിട്ടുള്ളത്. അവൻ മരിച്ചാൽ അവനെ ഖബറടക്കുന്നതാണ്. അതിന് പറ്റിയ അവസ്ഥയിലാണ് മനുഷ്യൻ അള്ളാഹു പടച്ചിരിക്കുന്നത്. ആ ഖബറിനകത്ത് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരി അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ اللهم ألهمه الجواب اللهم جافل القبر عن جنبي اللهم آمنه من كل الفزع اللهم اغفر له وارحمه അടങ്ങുന്ന തസ്ബീഹ് ചോദിച്ച് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു പോന്നാൽ ആ ഖബറിനകത്ത് മലക്കുകൾ വരികയാണ്, എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്, വമാ ദീനുക, ഏതാ നിന്റെ മതം. ചോദ്യമുണ്ട്. ഇതിവിടെ തൽക്കാലം നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റിൽ ഒരു പേരിന്റെ കോളം പൂരിപ്പിക്കാനുള്ള സാധനമല്ല. മതം എന്ന കോളത്തിൽ പൂരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ആവശ്യമുള്ള സാധനമല്ല. ഖബറിനകത്ത് ഒരു മനുഷ്യന്റെ ചോദ്യങ്ങളിൽപ്പെട്ടത് ദീൻ ഏതാണ്? അൽ ഇസ്ലാമു ദീനി, എന്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. ഖബർ എന്തിനുള്ളതാണ്? മനുഷ്യന്റെ മരണം ചിന്തിക്കാനുള്ളതാ, പരലോകം ഓർമ്മിക്കാനുള്ളതാ, കണ്ണ് നനയാനുള്ളതാ, കൽബ് പെടയാനുള്ളതാ, മനസ്സ് ലോലമാകാനുള്ളതാ. മഹാരഥന്മാരായ ഉലമാക്കന്മാര് ഖബർ സന്ദർശിക്കുന്നതിന്റെ 5 ഗുണങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ആ ഖബർ സന്ദർശിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ ഇന്ന് കരയാൻ തുടങ്ങി. താടിരോമങ്ങൾ നനഞ്ഞു കുതിരാ മാത്രം കണ്ണീരൊഴുക്കിയിരുന്നു. എന്താണ് കരയുന്നത്?
എന്താ ഖബർ കണ്ടപ്പോൾ അത്ര കരയാനുള്ളത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നബി തങ്ങൾ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആദ്യത്തെ പരലോകത്തേക്കുള്ള വീടാണ്. അവിടെ രക്ഷപ്പെട്ടാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും. അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അവൻ ഇനിയും ഒരുപാട് ശിക്ഷകളുടെ കടമ്പ കടക്കണം. ഖബറിനകത്ത് രക്ഷപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിനകത്ത് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായി വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഇത് പ്രാർത്ഥിച്ചിട്ടാണ് നബി സലാം വീട്ടുന്നത്. ഇല്ലാത്ത ഖബർ ശിക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുമോ? ആലോചിക്കുക നിങ്ങൾ. അപ്പൊ ആ ഖബറിനകത്ത് ചോദ്യമുണ്ട്. ആ ഖബറിനകത്ത് ഇസ്തിഗ്ഫാർ കൊടുക്കുക, മയ്യത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത് പറഞ്ഞ് അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഖബറിന്റെ അകത്ത് സുരക്ഷിതനാവാൻ വേണ്ടിയിട്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കണ്ടെത്താൻ കഴിയണമെങ്കിൽ ഇവിടെ നമ്മൾ മതം എന്ന നമ്മുടെ ഇസ്ലാമാകുന്ന ഈ ലോകത്തെ ഇന്ന് ജ്വലിച്ചു നിൽക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഏക വേദഗ്രന്ഥമായി ഇപ്പോൾ നിലനിൽക്കൊണ്ടിരിക്കുന്ന ഇനി ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും പാലിക്കാനുള്ള പഠിക്കാനുള്ള ദൈവികമായ പ്രമാണ ഗ്രന്ഥമായ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറിയിരിക്കണം. അപ്പോഴേ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ, അതാ ഉലമാക്കന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാണ് 5 ഗുണങ്ങൾ ഒരു മനുഷ്യന് നേടാൻ കഴിയും. അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കും. ഖബറിൽ അല്ലാഹു തആല പ്രകാശമാക്കി കൊടുക്കും. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ മനോഹരമായ കാഴ്ച കാണിച്ചു കൊടുക്കും. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കും. വഅൽബിസൂഹു മിനൽ ജന്ന വഫിരിശൂഹു മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് ധരിപ്പിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മതം എത്ര പ്രസക്തമാണ്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് ഞാൻ പറഞ്ഞത്. ഖബറിനകത്ത് മനുഷ്യനെ ഇറക്കി വെച്ച് കൃത്യമായ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിലേ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ജനാസയെ മറവ് ചെയ്തതിനു ശേഷം നബി തങ്ങൾ പറയുന്നുണ്ട്, വസ്തഗ്ഫിറൂ ലഹു, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. വസലൂ ലഹു തസ്ബീത്, അവന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിക്കണം അല്ലാഹുവോട്. ഫഇന്നഹു ലാൻ യുസ്അൽ, അവൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. എന്താണ് ചോദ്യം? മക്കളെ കുറിച്ചാണോ, അപ്പനെ കുറിച്ചാണോ, ജോലിനെ കുറിച്ചാണോ? ഒന്നല്ല, ചോദ്യം ദീനാണ്, നബിനെ കുറിച്ചാണ്, ഖുർആനെ കുറിച്ചാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ജീവിതത്തിൽ നമ്മൾ നിലപാടോടെ കണ്ട് മനസ്സിലാക്കിയത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടത്. അവിടെയാണ് ഇസ്ലാം പറയുന്ന ഓരോ നിലക്കുമുള്ള നന്മകളെ, മതം എന്ന് പറയുന്നത് ഒരു ഭാരമായ സംഭവമല്ല. മതം പാലിക്കുക എന്ന് പറഞ്ഞാൽ തല്ലുണ്ടാക്കാനും യുദ്ധമുണ്ടാക്കാനും മോശത്തരങ്ങൾ ചെയ്യാനും ഒന്നും പ്രേരിപ്പിക്കുന്നതല്ല മതം. മറിച്ച് ഈ മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹനെ മാത്രം ആരാധിക്കാൻ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മതത്തിൽ നിഷ്കളങ്കരായി അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു മതത്തിന്റെ പ്രധാനപ്പെട്ട കൽപ്പന അതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ലോകത്ത് വന്ന വേദഗ്രന്ഥങ്ങളുടെ എല്ലാത്തിൻ്റെയും സാരാംശമാണ് ഖുർആനിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഖുർആനിൽ 6236ഓളം ആയത്തുകളുടെ സാരാംശമാണ് ഫാത്തിഹ സൂറത്തിൽ തന്നിരിക്കുന്നത്. ഫാത്തിഹ സൂറത്തിന്റെയും ഖുലാസയാണ്, രത്നചുരുക്കമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഈ തത്വമാണ് മതത്തിന് ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിക്കാനുള്ളത്. ഖുർആൻ ഇങ്ങനെ വായിച്ചു തുടങ്ങിയാൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ് അടുത്ത അൽ ബഖറന്റെ 1-ാമത്തെ പേജ് കഴിഞ്ഞ് അടുത്ത പേജ് മറിക്കുമ്പോൾ 21-ാമത്തെ ആയത്തെത്തുമ്പോൾ ഖുർആനിൽ 1-ാമത്തെ കൽപ്പന വരാൻ പോവാണ്. എന്താ 1-ാമത്തെ കൽപ്പന?
യാ അയ്യുഹന്നാസ്, സത്യവിശ്വാസികളെ എന്നാണോ? അല്ല, മനുഷ്യരെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുമ്പ് സൃഷ്ടിച്ചവരെയും എല്ലാം, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണം എന്നാണ് ഒന്നാമത്തെ കൽപ്പന. അതുവരെ വേറൊരു കൽപ്പന പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഒരു കാര്യം കൽപ്പിക്കാൻ പോവുകയാണ്, അള്ളാഹനെ ആരാധിക്കണം എന്നുള്ളതാണ് കൽപ്പന. അടുത്ത ആയത്തിൽ ആദ്യമായി ഒരു കാര്യം പാടില്ല എന്ന് പറയാണ്. അതെന്താ? ആദ്യമായിട്ട് ഖുർആനിനെ ഓതിപ്പോരുമ്പോ ആദ്യമായിട്ട് ഒരു കാര്യം പാടില്ല എന്ന് പറയാൻ പോവുകയാണ്. അതെന്താ പറഞ്ഞത്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. അറിഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് തുല്യരായി ഇന്നയാള് കാണും, ഇന്നയാള് കേൾക്കും, ഇന്നയാള് രോഗം മാറ്റും, ഇന്ന ഒരുത്തൻ ശിഫ നൽകും, ഇന്ന ഒരുത്തൻ കുട്ടികളെ നൽകും, ഇന്ന ഒരുത്തൻ രോഗം മാറ്റിത്തരും എന്ന് നമ്മൾ ശരീക്കായിക്കൊണ്ട്, പങ്കാളിയാക്കിക്കൊണ്ട്, സമന്മാരാക്കിക്കൊണ്ട് ഒരാളെയും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അമ്പിയാക്കന്മാര് ലോകത്ത് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാര് ഈ മതം ലോകത്ത് പഠിപ്പിക്കാൻ വന്നവരാണല്ലോ. ആ അമ്പിയാക്കന്മാര് അതാത് നാടുകളിൽ ചെന്നിട്ട് പ്രഖ്യാപിച്ച ഒന്നാമത്തെയും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല. ഇതാണ് എല്ലാ നബിമാർക്കും ആദ്യം പോയി പറയാനുള്ളത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വഅതീഊൻ, പ്രവാചകനായ എന്നെ അനുസരിക്കണേ. ഇതാണ് നബിമാരുടെയൊക്കെ ഒരു ശൈലി. ഇങ്ങനെയാണ്, അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹനെ ആരാധിക്കണേ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനില്ലെന്ന് പഠിപ്പിക്കാനാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആൾക്കാരെങ്കിലും ഉണ്ടാവല്ലോ ഇപ്പോഴും ഈ തൗഹീദ്, ഇപ്പോഴും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇപ്പോഴും ഇങ്ങനെ അള്ളാഹനെ ആരാധിക്കും. വേറെ ഒന്നും ഇവർക്ക് വാതിലിട്ട് പറയാനില്ലേ? നമുക്ക് പറയാൻ വേറെ ഒരുപാട് വിഷയമൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആനും മതം പഠിപ്പിക്കാനേ ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് പറഞ്ഞ വിഷയത്തിൽ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻപ് കടന്നു വന്ന അമ്പിയാക്കന്മാരുമെല്ലാം പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നബി മക്കത്തെ അങ്ങാടി കൂടെ അങ്ങനെ ഇറങ്ങി നടക്കും. എന്താ പറയാന്നറിയോ? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ, ആളുകളെ, സഹോദരങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളിട്ടോ, എങ്കിൽ നിങ്ങൾ ജയിക്കും. നിങ്ങൾക്ക് ജയിക്കണം, വിജയിക്കണം എന്നാണോ ആഗ്രഹം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചോളൂ. മരണാസന്നനായി കിടക്കുന്ന പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ ചാരത്തേക്ക് ചെന്നു. എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നു നബി തങ്ങൾക്ക്. ആ ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നബിനെ സഹായിച്ച ആളായിരുന്നു അബൂ ത്വാലിബ്. പക്ഷെ ദീൻ കൊണ്ട് സഹായിക്കാൻ, ദീൻ സ്വീകരിക്കാൻ അബൂ ത്വാലിബ് സന്നദ്ധനല്ല. മരണാസന്നനായി കിടക്കുമ്പോഴും ചെന്നിട്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. സ്വത്ത് എന്താ ചെയ്യാ? മറ്റേ കട്ടിൽ ഞാർക്കാ കൊടുക്കുക, ആ സ്ഥലം ഞാരെടുക്കുക, ഈ കച്ചവടപ്പം ഞാരാ നോക്കുക, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. നബിതങ്ങൾ അവിടെ ചെന്നിട്ട് യാ അമ്മി, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമോ? പറയാനൊരു ചാൻസ് ആണ്. അത് പറയാൻ ഇപ്പോഴെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ കുളിപ്പിച്ച് മയ്യത്ത് കിടത്തിയിട്ട് ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതെ, അത് പ്രഖ്യാപിക്കാതെ, മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാതെ പോയാൽ നമ്മളെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പാന്റെ വിഷയം വെച്ചിട്ട് ഖുർആൻ പറഞ്ഞു, താങ്കളുടെ പിതാവിന് വേണ്ടി താങ്കൾ ഇസ്തിഗ്ഫാർ നടത്തരുത്. ആരാ ഇബ്രാഹിം നബി? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. ഇബ്രാഹിം നബി അള്ളാന്റെ ഖലീലാണ്, ചങ്ങാതി, കൂട്ടുകാരനെ പോലെ. അള്ളാഹു കൂട്ടുകാരനായി സ്വീകരിച്ച ആളാണ്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ബാപ്പ ഈ ആദർശവും ഈ ദീനും സൂക്ഷിച്ചയാളല്ല. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന് പ്രസക്തിയില്ല.
എത്ര ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ദീന് പറയുന്ന പ്രധാനപ്പെട്ട തത്വം എന്താ? അള്ളാഹനെ ആരാധിക്കണം എന്നാണ്. അവനിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. ഒരുപാട് ആളുകൾക്ക് അബദ്ധം പിഴച്ചത് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി വഹും യുശ്രികൂൻ. ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ അള്ളാഹനെ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ബഹുഭൂരിഭാഗം ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലെ പല മഖാമുകളുടെയും ദർഗകളുടെയും മുമ്പിൽ ചെന്നുകൊണ്ട് തങ്ങളെ ഞങ്ങളെ കാക്കണം, തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണം, തങ്ങളെ രോഗം മാറ്റിത്തരണം, തങ്ങളെ കലിമ ചൊല്ലി മരിക്കാൻ സഹായിക്കണം, തങ്ങളെ ഞങ്ങളെ കാണണില്ലേ. ഏത് തങ്ങളെ പറയണെന്നറിയോ? ആ ഖബർ കിടക്കുന്ന ആ വലിയനെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ നരകത്ത് നിന്ന് രക്ഷിക്കാൻ, നമ്മളെ പ്രയാസം മാറ്റാൻ അള്ളാഹുവിനല്ലാതെ ആർക്കാ കഴിയുക? അമ്മയുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ഷിഫസ്സൂ. പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ വിളിച്ച് സങ്കടം പറഞ്ഞാൽ ഉത്തരം നൽകാൻ ആർക്കാണ് ഇവിടെ കഴിയുക? ഈ കരിഞ്ചാപ്പാടി അങ്ങാടിയിൽ ഇന്ന് അറിയപ്പെടുന്ന ലോകോത്തര വലിയോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനുണ്ട് തന്നെ വിചാരിച്ചോളൂ. ഈ കസേരയിൽ ഇരുന്നിട്ട് നമ്മളൊരു സങ്കടം ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളോട് പ്രാർത്ഥിച്ചാൽ അയാൾ കേട്ടിവിടെ ഉത്തരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുക? അതിന് കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ മതത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അവർ എഴുതി പിടിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ചില ആളുകൾ അവർ എഴുതി വച്ചിരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കഴിവുകളും നശിക്കുന്നു എന്ന് പറയുന്നത് അപകടകരമായ വാദമാണ്. മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവും പോയി എന്ന് പറയാൻ പാടില്ല എന്നാണ് എഴുതി വെക്കുന്നത്. പിന്നെന്തിനാ കൊണ്ടുപോയി ഖബറടക്കുന്നത്? മരിച്ചവർ കേൾക്കുന്നവരാണ്, മരിച്ചവർ സംസാരിക്കുന്നവരാണ്, മരിച്ചവർ ഭക്ഷിക്കുന്നവരാണ്, മരിച്ചവർ സംവദിക്കുന്നവരാണ്. പുസ്തകം നമ്മളെ കയ്യിൽ, സംവാദം നടത്തും, ഭക്ഷണം കഴിക്കും, നിസ്കരിക്കും, ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഖബറടക്കുന്നത് എന്ന് മാത്രമല്ല, ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മരിച്ച ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കഴിവ് വർദ്ധിക്കുന്നു എന്നാണ് എഴുതി. ഇപ്പൊ കളിക്കണേക്കാൾ ഉസാറായിട്ട് വന്നിരിക്കുന്ന അർത്ഥം. ഇപ്പൊ പറയുന്ന സംസാരത്തെക്കാൾ മികച്ച സംസാരിക്കുത്രേ ഖബറിലെത്തിക്കഴിഞ്ഞാൽ. അത്രക്ക് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയങ്ങൾ മതത്തിനെതിരായി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ആളുകൾ ഈ കള്ളക്കഥകളും കറാമത്ത് കഥകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്, ഇതും ദീനുമായി എന്ത് ബന്ധമാ ഉള്ളത് എന്ന് സാധാരണക്കാരായ മനുഷ്യർ ചെന്ന് ചോദിക്കാൻ തുടങ്ങി. അത്രക്ക് വികലമായ വാദങ്ങളാണ് കൊണ്ടുവരുന്നത്. അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്ക് ശക്തിക്ക് ആരാധന പകുത്തു നൽകാൻ മതം സമ്മതിക്കൂല. അതോടൊപ്പം തന്നെ പ്രാർത്ഥന, ഇബാദത്തിൻ്റെതായ എല്ലാ വശങ്ങളും അള്ളാഹ്ക്ക് മാത്രമുള്ളതാ. അതിന്റെ പ്രധാനപ്പെട്ട മജ്ജയായ പ്രാർത്ഥന അത് അള്ളാഹ്ക്ക് മാത്രം അർഹതപ്പെട്ടതാ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, മനസ്സിന്റെ നീറ്റലുകൾ അറിയാൻ കഴിയുന്നത് ആർക്കാ? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നത് അള്ളയാണ്. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളയാണ്. നമ്മുടെ മനസ്സിനകത്തുള്ള വിങ്ങിപ്പൊട്ടുന്നത് അറിയാൻ കഴിയുന്നത് അള്ളയാണ്. സമീഉദ് ദുആ, പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അള്ളയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞല്ലോ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പ്രാർത്ഥന സ്വീകരിക്കണേ. വേറെ ചില പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും, മുജീബുദ് ദഅവ, പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ള മുജീബായവൻ അള്ളയാണ്. വേറെ ഏത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലും പാടില്ല. പിന്നെയാണോ മമ്പുറന്തങ്ങൾ, പിന്നെയാണോ സി എം മടവൂര്, പിന്നെയാണോ നഫീസത്ത് മാലയിൽ നഫീസത്ത് ബീവി, പിന്നെയാണോ മഞ്ഞക്കുളം മാലയിൽ മഞ്ഞക്കുള ഔലിയ. ആരും ഇതിൽ കണക്കല്ല.
ബദർ ശുഹദാക്കന്മാർ എത്ര മഹാന്മാരാണ്, എന്തു വലിയ പോരിശയുള്ളവരാണ്. ഒരു ഷഹീദായ മനുഷ്യൻ അള്ളാന്റെ ദീനിനു വേണ്ടി രക്തം വാർന്ന് പിടഞ്ഞു മരിച്ചാൽ 10ഓളം വലിയ ദർജകളുണ്ട്. അവർക്ക് വേണ്ടി ഇനി മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. ഷഹീദായ മനുഷ്യനാണെങ്കിൽ ഇനി അവർക്ക് വേണ്ടി മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല. ചോരയിൽ പൊതിഞ്ഞ അവർ ധരിച്ചിരുന്ന വസ്ത്രം എടുത്ത് പൊതിഞ്ഞുകൊണ്ട് അവരെ ഖബറടക്കലാണ് പതിവ്. ഷഹീദുമാർക്ക് അത്ര സ്ഥാനമുണ്ട്. എന്നാൽ ആ ഷഹീദുമാരോട്, ശുഹദാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ വല്ല മാനദണ്ഡവുമുണ്ടോ? ബദരീങ്ങൾ ജീവിതകാലത്ത് എന്താ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദറിന്റെ തലേ ദിവസം ആകെ വിഷമത്തോടെ നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് അവർ ഏറെ വിഷമിച്ചിരിക്കുമ്പോൾ ഇസ്തിഗാസ ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ആ ബദരീങ്ങൾ അള്ളാനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് അള്ളാന്റെ സഹായം കിട്ടിയത്. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ റമദാനിൽ പോലും അതിന്റെ 17ന്റെ ദിവസങ്ങളിൽ നമ്മുടെ പള്ളികളിൽ നിന്ന് ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ബദരീങ്ങളുടെ കുരുത്തും പൊരുത്തും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കൂറ്റം പോത്തുകളെ കൊണ്ടുവന്ന് അറവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഹിയുദ്ദീൻ ഷേഖ് എന്ന് പറയുന്ന മനുഷ്യൻ ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട അന്നത്തെ കാലത്തെ നല്ല വിവരമുള്ള പണ്ഡിതനായിരുന്നു. ജനങ്ങൾ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു. ദീനിനെ ഹയാത്താക്കിയത് കൊണ്ടാണ് മുഹിയുദ്ദീൻ എന്ന പേര് വന്നത്. അബ്ദുൽ ഖാദിർ എന്നാണ് യഥാർത്ഥ പേര്. മനുഷ്യൻ ജീവിതകാലത്ത് 3 ഗ്രന്ഥങ്ങൾ എഴുതി. ഈ നാട്ടിലത്തെ ഒരു മനുഷ്യനത് പഠിച്ചിട്ടുണ്ടാവില്ല. സ്വന്തമായി എഴുതിയ കിതാബുണ്ട്, ഫുതുഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, അൽ ഗുനിയ പോലെയുള്ള കിതാബ് ആ മഹാനായ ശൈഖിൻ്റെതായ സ്വന്തം കൃതിയാണ്. എന്നാൽ അതിലെല്ലാം പറയുന്നത് നിന്റെ വിഷമത്തിൽ ഇസ്തഗിം ബില്ലാഹ്, നീ അല്ലാഹുവിനോട് സഹായം ചോദിച്ചോ. നിന്റെ വിഷമഘട്ടങ്ങളിൽ പടച്ചവനിലേക്ക് അഭയം പ്രാപിച്ചോ. ലാ ഇലൽ മഖ്ലൂഖി, ഒരു സൃഷ്ടിയിലേക്കും അഭയം പ്രാപിച്ച് നിന്റെ പ്രതിസന്ധി മാറ്റാൻ കഴിയൂല. ഒരു ജോത്സ്യന് കഴിയൂല, ഒരു തങ്ങൾക്ക് കഴിയൂല, ഒരു ചരടിന് കഴിയില്ല, ഏലസിന് കഴിയില്ല, ഒരു തുപ്പിയ വെള്ളത്തിന് കഴിയില്ല. ഏതെങ്കിലും ചാനൽ നടത്തുന്ന പരിപാടിയുടെ വെള്ളം വീട്ടിലിരുന്ന് ഊതിയാ നിന്റെ പ്രശ്നങ്ങൾ തീരൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തടഞ്ഞത് കൊണ്ടുവരാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹുവേ, നീ കൊണ്ടുവന്നത് തടുക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹ് നമുക്ക് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടോ? അത് ഇവിടെ തടുക്കാനൊന്നും ഇവിടെ ഒരാൾക്കും കഴിയില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? സന്തോഷകരമായ നല്ല നല്ല നിഅമത്തുകൾ കിട്ടുമ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഹലാലായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക. ഇതാണ് വഴി. ഇതിന് പകരം തിരുവനന്തപുരത്ത് ഭീമാപള്ളി മുതൽ കാസർഗോഡ് ഉള്ളാൾ ദർഗ വരെയുള്ള ദർഗകളിൽ ചെന്നുകൊണ്ട് മനുഷ്യർ പൈസ കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മൾ അമീറുമാരുടെ നേതൃത്വത്തിൽ ഉംറ സർവീസ് എന്ന് കേട്ടിരുന്നത്. ഇപ്പോ അമീറുമാരുടെ നേതൃത്വത്തിൽ മഖാമ സിയാറത്ത് ടൂറിന് അമീർ. എന്തിനാ? ഈ ഖബറിന് എത്ര പൈസ ഇട്ട് കൊടുക്കണം, ഈ മക്കാമിൽ ഇന്ന ആളാ കിടക്കുന്നത്, ഈ മക്കാമിൽ ഇന്ന പൂജയാണ് നടത്താനുള്ളത്, അവിടെ കൊണ്ടേ കൊടുക്കേണ്ട നിവേദ്യം ഇന്ന സാധനമാണ്. ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അമീറിന്റെ കീഴിൽ കുറെ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ നടക്കാണ് സിയാറത്ത് ടൂർ. എന്താ ഹദീസിൽ ലഅനത്തുല്ലാഹി ഇല്ലേ സുവാറാത്തിൽ ഖുബൂർ, അള്ളാഹു ശപിച്ചവരാണ് ഖബറിടങ്ങൾ അമിതമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മഖാമുകളിലൂടെ ചുറ്റിക്കറങ്ങിയിട്ട് എന്താ അവിടെ പോയിട്ട് പറയണത്? നമ്മളെ പ്രയാസം മാറ്റിത്തരണം, രോഗം മാറ്റിത്തരണം, വിഷമം. CM മടവൂരിന്റെ അടുത്ത് മക്കാമിൽ പോണ, ഞാൻ വെള്ളിയാഴ്ചക്ക് ഈ ട്രെയിൻ യാത്ര ഉള്ള ആളാണ്. അപ്പോൾ ആ ടീം കുറേ ആൾക്കാർ വെള്ളിയാഴ്ച അങ്ങനെ കയറി പോകുന്നതാണ്. വടകരയ്ക്ക് കുറേ ആൾക്കാർ പോകുന്നുണ്ട്, ഉള്ളാളത്തേക്ക് കുറേ ആൾക്കാർ പോകുന്ന കാണാം. കോഴിക്കോട് ഇറങ്ങിയിട്ട് CM മടവൂർക്ക് പോകണം. അവർ ചോദിച്ചാൽ പറയും ചെയ്യും എന്തിനാ പോകണമെന്നൊക്കെ പറയും. അപ്പൊ ചിലർ പറയണം എന്തിനാ CM മടവൂരിന്റെ ദർഗയ്ക്ക് പോകണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞത് 11 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പൊ ഞാൻ ചോദിച്ചു CM മടവൂരിന് കുട്ടികളുണ്ടോ? അതറിയില്ല. CM മടവൂരിന് കുട്ടികളില്ല. ഒരു കുട്ടിയെ പടച്ച റബ്ബ് നൽകുന്നതിന് പുറമെ ഒരാൾക്ക് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ മൂപ്പർക്കൊരു കുട്ടിയും വേണ്ടതല്ലേ? ഒരു കുട്ടികളില്ല.
ഭാര്യനോട്ട് ഒത്തുപോകാൻ കഴിയാഞ്ഞിട്ട് ഭാര്യനെ വരെ തൊലാക്കയിലിട്ട് അവസാനം മൂപ്പര് ഒറ്റക്കാണ് ജീവിച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മളെ കൗമിനറിയില്ല, നേരെ പോവുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഞാൻ ഖുത്ബ പറയുന്ന പള്ളിൻ്റെ കുറച്ചങ്ങോട്ട് പോയൊരു 10-20 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ജാറുണ്ട്. കുറേ ആൾക്കാർ അവിടെ പോയിട്ട് തൊട്ടിലോണ്ടാ പോണത്. കുട്ടിയൊന്നും ആയിട്ടില്ല, പക്ഷെ ഇപ്പൊ തന്നെ തൊട്ടിലോണ്ടാ പോണത്. എന്തിനാണ്? അവിടെ തൊട്ടിൽ കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാകുന്ന വിശ്വാസം. നമ്മളൊക്കെ കട്ടിലുമ കയറി അല്ലെ രാത്രി റൂമിൽ കിടന്നാലാണ് സാധാരണ കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പറയും. ഇവിടെ പോയിട്ട് തൊട്ടിൽ കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാണ് പോവുക. അപ്പൊ വെച്ചാൽ അവിടെ ആരാ? അവിടെ 3 പെറ്റുമ്മയുടെ ജാറുണ്ട്. ഇവിടെ 10 പെറ്റ ആൾക്കാർ ഇരിക്കുക. അതിനേക്കാളും വലുത് ഒരു 3 പെറ്റാള്. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുക. എന്നിട്ട് കുറേ ആൾക്കാർ വരിക. ഞാൻ CM മടവൂരിന്റെ മക്കാമിന്റെ അടുത്ത് 1 കിലോമീറ്റർ പുറത്തുള്ള സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു, നിങ്ങളൊക്കെ ഫുള്ള് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ പോണ ആൾക്കാരെ, ഇവിടുന്നൊന്നും ആരും അങ്ങോട്ട് പോക്കില്ല ഉസ്താദേ. ഇപ്പൊ നിങ്ങളെ മലപ്പുറത്തും പട്ടാമ്പിന്നും കരിഞ്ചാപ്പാടിയും തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്, അല്ല ഇവിടെ ഒന്നും ആരും പോക്കില്ല. ഓൾക്കൊക്കെ അവിടുത്തെ കഥ എന്താണെന്നറിയാം. ആരായിരുന്നു CM മടവൂരെന്ന് വായിച്ചു നോക്ക്, പുസ്തകത്തിലുണ്ട്. ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു? സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു, കുളിക്കാറില്ലായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു, ജുമഅക്ക് പോകാറില്ലായിരുന്നു. ഈ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് ഔലിയാന്ന് വിളിക്കുക? ഈ മനുഷ്യനെ നമുക്ക് എങ്ങനെയാണ് ഒരു ഔലിയപ്പെട്ടെന്ന് പറയാൻ പറ്റുക? അപ്പൊ എന്താ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കണ്ടേ? കുളിക്കൂല, പിന്നെ നിസ്കരിക്കാൻ പോവില്ല, ഇസ്ലാമിലെ നിയമങ്ങളൊന്നും ബാധകല്ല, സ്വർണത്തിന്റെ മോതിരം ധരിച്ച് നടക്കുക. ഒരു സാധാരണക്കാരന് സിഗരറ്റ് വലിച്ചെടുക്കാൻ പറ്റില്ല, പിന്നെ വലിയ സിഗരറ്റ് വലിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കിതാബിൽ എഴുതി വെച്ചിരിക്കുക. ഈ മക്കാമുകളിലേക്ക് പോകുന്ന മനുഷ്യർക്ക് സത്യം അറിയില്ല. ഞാൻ കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ പോയ സമയത്ത് കണ്ടെന്താ അറിയോ? കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ആദ്യം ആ മനുഷ്യന്റെ യഥാർത്ഥ പേര് ഓച്ചിറ ദാമോദരൻ എന്നായിരുന്നു. മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത, അയാൾ മരിച്ചപ്പോ ഓച്ചിറ ദാമോദരൻ ഓർമ്മയായി. മരിച്ചു. അച്ചാറ് തോണ്ടി തിന്നിരുന്ന ഒരു മനോരോഗം ബാധിച്ചൊരു മനുഷ്യൻ ദാമോദരൻ എന്ന് പറഞ്ഞ ആള്, അയാളെ കുറ്റം പറയാൻ കഴിയില്ല, സുഖമില്ലാത്ത ആളാണ്. ഇയാൾ മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേര് മാറി. മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേര് മാറി. അവിടെ ഒരു വലിയ കബറിട്ട് മൂടി പച്ച ധരിപ്പിച്ചു കൊടുത്തു. വലിയൊരു പെട്ടിയൊക്കെ വെച്ചു, വലിയൊരു ബോർഡും വെച്ചു. ബോർഡുമ്മ പേര് ദാമോദരൻ എന്ന് മാറ്റിയിട്ട് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് വെച്ചു. ഇപ്പൊ അവിടെ വലിയ ജാറാണ്, മക്കാമാണ്, പെട്ടിയുണ്ട്. വേറെ പെട്ടിയില്ല, സയാമി സെറ്റള മാതിരിയാണ്. കബറുണ്ടോ മക്കാമുണ്ടോ, പെട്ടി വേണം. അല്ല വെറുതെ വെച്ചിട്ട് കാര്യമല്ല. ഓരോ നിങ്ങൾ വായിച്ചു നോക്ക്. കാഞ്ഞങ്ങാട് പരിസരത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ അറിയപ്പെടുന്ന 3 ദിവസത്തെ ഉറൂസ് ഉണ്ടാവും, കാഞ്ഞങ്ങാട് ഉറൂസ്. അവിടെ ആരെയാണ് ഇത്ര കാര്യമായിട്ട്? അവിടെ കിടക്കുന്ന കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് പേര് പോലും ഇല്ല. ആ വ്യക്തിക്ക് ഒരു പേര് പറയാൻ പറ്റണ്ടേ? പേര് പറയാൻ പോലുമില്ല. കുറച്ച് അവയവമാണ് കിട്ടിയത്, 2 അവയവം, ഒരു കാൽമുട്ടും ഒരു തലയും. ഇത് കടലിൽ നിന്ന് വന്ന് അടിഞ്ഞതാണ്. അപ്പൊ ഈ 2 പെറുക്കിയിട്ട് പതുക്കെ സെഞ്ചിലൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് കബർക്ക് അടക്കി വെച്ചു. അപ്പൊ അതുകൊണ്ട് പൈസ കിട്ടൂല. പൈസ കിട്ടണമെങ്കിൽ പേര് മാറ്റണം. അപ്പൊ നേരെ കബറിന്റെ മുകളിൽ എഴുതി വെച്ചു, ബഹുമാനപ്പെട്ട മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. 2 കിട്ടിയുള്ളൂ, 2 പേര് വെച്ചു, മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. 3 ദിവസം ഉറൂസാണ്. വലിയ വലിയ ഷെയ്ഖുമാരാണ് പ്രസംഗിക്കാൻ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിലേക്കുള്ള ക്ഷണത്തിനു പകരമായി ഏതെങ്കിലും വ്യക്തികളിലേക്ക്, മനുഷ്യരിലേക്ക്, മരിച്ചവരിലേക്ക്, മക്ബറകളിലേക്ക് പോയിട്ട് എന്തിനാ സാധാരണഗതിയിൽ മക്ബറയിലേക്ക് ഖബർ സിയാറത്തിന് ചെല്ലാൻ പറഞ്ഞത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളും മരണത്തെക്കുറിച്ച് ഓർക്കാൻ. അതുകൊണ്ട് അസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർമ്മിക്കാനാണ്, മരണം ഓർമ്മിക്കാനാണ്. അതാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഇന്ന് ഖബറുകൾ ഉത്സവ പറമ്പുകളായി മാറി. ഇവിടുന്ന് അങ്ങോട്ട് 2-3 മാസം നിരവധി അപ്പംകുന്ന് ഔലിയ നേർച്ച ഉറൂസ്, കൊണ്ടോട്ടി നേർച്ച ഉറൂസ്, പട്ടാമ്പി നേർച്ച ഉറൂസ് ഒക്കെ വരും. എവിടുന്നാ തുടങ്ങണത്? പതാക ഉയർത്തൽ കബറുങ്ങലാണ്. പിന്നെ ആനയും മമ്പാരിയും പാട്ടും ഡാൻസും. ഫാസില ബാനുവിന്റെ ഗാനമേളൊക്കെ എവിടുന്നാ വരുന്നത്? കബറിങ്ങയാണ് നടക്കുന്നത്. ഖബർ എന്തിനുള്ളതാണ്? ഉത്സവ പറമ്പാക്കാനുള്ള സാധനമാണോ? പ്രവാചകൻ മരിക്കുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിച്ച അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ,
എന്റെ ഖബറിനെ അല്ലാഹുവേ ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റരുത്. മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ്, സാധാരണ നമ്മൾ ഒരാളെ എപ്പോഴും സ്നേഹിക്കുമല്ലോ, മരിക്കുന്ന മുമ്പത്തെ വസിയത്തെങ്കിലും പാലിക്കണ്ടേ? മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് നബി എന്തോ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ശാരീരിക ക്ഷീണം കാരണം കൊണ്ട് ഉച്ചത്തിൽ ശബ്ദം വരുന്നില്ല. അവിടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുൻ അജ്മഈൻ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അടുത്തേക്ക് നിന്നിട്ട് എന്താ നബി പറയുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറാ, യഹൂദികൾക്ക് നസ്രാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് കേട്ടോ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്. ശാപം കിട്ടിയെന്നാ പറഞ്ഞത്, ശാപിക്കപ്പെട്ട കാര്യമെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പേരുള്ള ഈ ജാതി ആൾക്കാരൊക്കെ അടുത്തേക്ക് ചെന്നിട്ട് ആളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? സിയാറത്ത് ടൂറിന്റെ പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം, സന്താന സൗഭാഗ്യത്തിന് പരിഹാരം, കടബാധ്യതകൾ തീരാനുള്ള പരിഹാരം. കടബാധ്യത തീരാൻ കൊണ്ടുപോയി പൈസ കടമുള്ള വ്യക്തിക്ക് കൊടുത്താലേ തീരുള്ളൂ. ഇതുള്ള കടം വീട്ടേണ്ട പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ പെട്ടിയിൽ കൊണ്ടിട്ട് കൊടുത്ത് എങ്ങനെയാണ് കടം വീടുന്നത്? ആ പൈസ കൊണ്ടുപോയിട്ട് ആ മനുഷ്യന്മാർക്ക് കൊണ്ടുപോയി കൊടുത്ത് ആ കടം വീടും പകുതി കൂടൂലേ? ഇങ്ങനെ ജനങ്ങളെ പിഴിയുന്ന ദീൻ എന്ന് പറയുന്നത് ഒരു കച്ചവട വസ്തുവായി ഇന്ന് മാറുകയാണ്. സ്വലാത്ത് എത്ര ഭക്തി പുരസ്സരം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു സ്വലാത്തിന് 10 നന്മയാണ്. ഏതാണ് ആ സ്വലാത്ത്? നബി പഠിപ്പിച്ചൊരു സ്വലാത്ത്, അത് വഹീൽ വന്ന സ്വലാത്താണ്. അത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, മയ്യിത്ത് നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. 10 പ്രാവശ്യമെങ്കിലും അത് ചെയ്യുമ്പോൾ എത്ര മാത്രമായ നന്മയാണ്, 10 വലിയ പുണ്യമാണ് ഒരു സ്വലാത്തിന്റെ പ്രതിഫലമെങ്കിൽ. സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നവന് പിശുക്കനാണെന്ന് പറഞ്ഞില്ലേ? എത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ആ സ്വലാത്തിനോട് താല്പര്യമില്ല, ആ സ്വലാത്തിനെ പറ്റി പ്രശംസയില്ല, അർഹതയില്ല. പിന്നെ എന്താ ഉള്ളത്? ഓരോരുത്തരും സ്വന്തമായി ഒരു സ്വലാത്ത് കണ്ടെത്തുക, എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ ചാൻസ് ഉപയോഗപ്പെടുത്തുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൊടക്കാട് പ്രദേശത്ത് ഒരു ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊരു ഞാൻ പേര് പറയുന്നത് സംഭവം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആറ്റക്കോയ തങ്ങളുടെ സ്വലാത്ത് ആളുകൾ വലിയ ബസ് വിളിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ എല്ലാം എറിഞ്ഞു പോരുകയാണ്. ഇവിടെ വന്നാൽ എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഓടി വരികയാണ്. ആ മനുഷ്യൻ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. ആർക്കും പരിചയമില്ല. ഇമാം ഷാഫി തങ്ങൾക്ക് അറിയില്ല, എന്തിന് 100 കൊല്ലം മുമ്പ് ഒരാൾക്ക് അറിയില്ല. അവിടെ സ്വന്തം ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഇത് ചൊല്ലിയാൽ എല്ലാം പരിഹരിക്കപ്പെടും. അവസാനം സദസ്സിൽ വരുന്ന അമുസ്ലിങ്ങളായ ആളുകളോട് പറയാണ്, നിങ്ങൾ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാ മതി. ഇതൊക്കെ സ്വലാത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നത്. അപ്പൊ എവിടേക്ക് എത്തിപ്പോ നമ്മളെ കൗമിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയും. ഖബറ് ഉത്സവപ്പറമ്പാക്കി ആന വന്ന് തുളച്ച് കൊമ്പ് കുത്തി കയറ്റി 2-3 ആൾക്കാർ മരിച്ചില്ലേ? ആനപ്പുറത്ത് ഇരുന്നിട്ട് പെടഞ്ഞു വീണ എത്ര ആൾക്കാരുണ്ട് നമ്മളെ നാട്ടില്? എവിടുന്നാണ് ഇതൊക്കെ? ഖബറ് ഉത്സവങ്ങൾ കൊണ്ട് നടന്നില്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക. ദിക്റുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നാവിൽ എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹനെ ഓർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ നാവ് നനയണം. ആ ദിക്ർ ഏതാണ്? നബി പഠിപ്പിച്ചതായിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഓരോ സമയത്തും ചില ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഈ സദസ്സിൽ ഇരിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. സദസ്സിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഒരു രോഗിന്റെ അടുത്ത് ചെന്നാൽ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ഷാഫി. ഒരുപാട് പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുകൾ ചെറുതും വലുതുമായ എത്ര ദിക്റുകൾ നബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് വേറെ ചില ദിക്റുകൾ ഹാ ഹീ യാ ഹയ്യ് യാ ഖയ്യൂം അങ്ങനെ ഓരോന്ന് ചൊല്ലിണ്ടാക്കാണ്. ഹാ ഹീ ഹൂ എന്ന് പറഞ്ഞിട്ട് വേറെ ചില ദിക്റുകൾ ഉണ്ടാക്കാണ്. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂഖ ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ ഉണ്ടാക്കാണ്. എന്തൊക്കെ ദിക്റുകളാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരിന്. ഇത് ചൊല്ലണ്ട, ഇത് ദിക്റല്ല എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ തിരിച്ചു നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ദിക്റില്ലാത്തതുകൊണ്ടാണ്.
വ്യാജ ദിക്റുകൾ സൂക്ഷിക്കുക, മതത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ സൂക്ഷിക്കുക. മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം പിഴുന്നെടുക്കുന്ന ഒട്ടനേകം ആളുകൾ ഉണ്ടാകും. അള്ളാന്റെ ഖുർആൻ പറയാണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. അവരെ ശ്രദ്ധിക്കണം. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരായിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്ത് നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരായിരിക്കും. ശ്രദ്ധിച്ചോളിയും, നമ്മളെ പൈസ കൊണ്ടുപോകും, നമ്മളെ ദീനും കൊള്ളയടിക്കും. ദീനല്ലാത്തത് പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. നമ്മളെല്ലാവരും കൃത്യമായിട്ട് ഇസ്ലാമിലുള്ള സ്വലാത്ത് ഇല്ലാൽ ഇവിടെ വേറൊരു മനുഷ്യനും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിലുള്ള ദിക്റുകൾ ചൊല്ലി പോകുകയാണെങ്കിൽ ഇവിടെ ഒരു പെട്ടിയിലും പൈസ തരേണ്ട ആവശ്യമില്ല. പൈസ കൊടുക്കേണ്ടത് ഇവിടുത്തെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്കാണ്. സ്വലാത്തിന്റെ പെട്ടിക്കല്ല പൈസ വേണം, ദിക്റിന്റെ പെട്ടിക്കല്ല. അവർക്കൊന്നും പൈസന്റെ ആവശ്യമില്ല. നമ്മൾ മക്കത്തും മദീനത്തൊക്കെ പോയി വന്നില്ലേ, ഏതെങ്കിലും ഒരു പള്ളിന്റെ മുമ്പിൽ ലേസിച്ച പെട്ടി വെച്ചൂടെ? ആ കഅബാലയത്തിന്റെ മുറ്റത്തൊക്കെ 1-2 പെട്ടിയൊക്കെ വെച്ചു കൊടുത്തൂടെ? എത്ര ആൾക്കാർക്ക് പോയതിനൊന്നും ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ദീന് മര്യാദക്ക് ചെയ്യുന്ന ആളേക്ക് ഇങ്ങോട്ട് വലിക്കല്ല ചെയ്യുക, അങ്ങോട്ട് ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? രോഗിയാണെങ്കിൽ, പാവപ്പെട്ടവനാണെങ്കിൽ, മിസ്കീനാണെങ്കിൽ അങ്ങോട്ട് സഹായിച്ച മതത്തിന്റെ അറിയാം. അതോടൊപ്പം തന്നെ മതം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ നന്മയുടെയും വക്താക്കളായി മാറാനാണ്. പൂർണ്ണമായി മതത്തിൽ പ്രവേശിക്കുക. പിശാചുണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ വഴികളുണ്ട്, ചതിക്കുഴികളുണ്ട്. വീണു പോകരുത്, അത് പിൻപറ്റി പോകരുത്. അതോടൊപ്പം ഒരു മനുഷ്യൻ അവന്റെ മതത്തിന്റെ കാര്യത്തിൽ ചിട്ടയുള്ളവനാകണം. നബി തങ്ങൾ കൊണ്ടുവന്നതൊക്കെ പാലിക്കണം. നബി തങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന നന്മകളൊക്കെ സ്വീകരിക്കണം. നിങ്ങളോട് അരുതേ, പാടില്ല എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഈ മതം പറയുന്നത് നല്ല നല്ല കാര്യങ്ങളാവബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. മതൊന്നും വേണ്ടെന്ന് പറഞ്ഞെന്താ? പിന്നെ തോന്നിയാസിയായിട്ട് ജീവിക്കുക, പിന്നെ എന്തും നടക്കുക, സ്വർഗമില്ല നരകമില്ല, പിന്നെ എന്താ ഉള്ളത്? പിന്നെ മരിക്കോളൊരു ജീവിതമല്ലേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കുക. അപ്പൊ പിന്നെ ഓൻക്ക് ഒന്നും ഹലാലും ഹറാമും പ്രശ്നമില്ല. ആർക്കും എന്തും തോന്നിയതുപോലെ ചെയ്ത് ജീവിക്കുക, അവ പിൻപറ്റി നടക്കുക. ഇതാണ് സമൂഹം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ മതം പഠിപ്പിക്കുകയാണ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്ക്, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അയൽവാസിക്ക് ഗുണം ചെയ്യണം. അതുപോലെ തന്നെ നിന്റെ ഇബ്നു സബീലായ വഴിയാത്രക്കാർക്ക് സഹോദരം ചെയ്യണം, ഗുണം ചെയ്യണം. എല്ലാ മനുഷ്യരോടും കാരുണ്യമുള്ളവനായി മാറണം എന്ന് പഠിപ്പിക്കലാണ് മതം. ചെറിയവരോട് കരുണ കാണിക്കാൻ, വലിയവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയാണ് മതം. വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം, ഇമാതത്തുല്ലദാ അനിത്വരീഖി സ്വദഖത്തുൻ, വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം നീക്കം ചെയ്യുന്നത് പോലും മതം പഠിപ്പിച്ചത് പുണ്യമാണ്. അംറുൽ മഅറൂഫി സ്വദഖത്തുൻ, ഒരു നല്ല കാര്യം പഠിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് സ്വദഖയാണ്, പുണ്യമാണ്. വനഹയുൻ അനിൽ മുൻകരി സ്വദഖത്തുൻ, ഒരു തെറ്റ് കാണുമ്പോൾ തടുക്കുന്നത് പുണ്യമാണ്, ധർമ്മമാണ്. ഇതാണ് മതം പറയുമ്പോൾ എത്ര നല്ല മൂല്യമാണ് പഠിപ്പിക്കുന്നത്. മതത്തിന്റെ പേരിൽ മതമറിയാത്തവർ, മതത്തെ അതിന്റെ കാമ്പോടെ ഉൾക്കൊള്ളാത്തവർ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതല്ലെങ്കിൽ വളച്ചൊടിക്കുന്നത് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെ നല്ലതും ഉചിതവും ശരിയായതുമായ മാർഗത്തിലേക്ക്. ഇന്നഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. ഒരു തെറ്റിലേക്ക് മോനെ കൊണ്ടിടക്കില്ല. അവൻ വ്യഭിചാരത്തിന്റെ വഴികൾ തേടി നടക്കില്ല. അവൻ അവിഹിതത്തിന്റെ വക്താവായി മാറൂല. അവൻ തോന്നിവാസികളെ പോലെ ലഹരി ഉപയോഗിച്ച് ജീവിക്കൂല. ഈ മതം ശരിക്കും ഉൾക്കൊണ്ട മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നെഞ്ചത്തേക്ക് കടാര ഒഴിക്കില്ല. ഒരു ശല്യം മോനെ കൊണ്ടുണ്ടാവില്ല. സാധുവായ ഒരു മനുഷ്യനായി, നല്ല ഒരു വിനയാന്യതനായ അടിമയായി അവൻ മാറാൻ തുടങ്ങും. അതുകൊണ്ട് ഈ മതത്തിന്റെ ശരിയായ വക്താക്കളായി മാറുക, ശരിയായ കാമ്പിലേക്ക്. രണ്ടാമത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വാഭാവികമായും ഒരു മനുഷ്യനിൽ മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങളിൽ അവൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഇടമാണ് അവന്റെ വീട്, അവന്റെ കുടുംബം എന്ന്. ഇന്ന് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പരാതികളും വീട്ടിൽ നിന്നാണ്, കുടുംബങ്ങളിൽ. ഈ അടുത്ത്
2024 കേരള സർക്കാർ ഒരു കണക്കെടുത്തു. ആ കണക്ക് ആത്മഹത്യയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ആത്മഹത്യ കേരളത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കണക്കെടുത്തത്. ഇതിൽ ഞെട്ടിപ്പിക്കുന്നൊരു കണക്ക് 2025 അവസാനിക്കാൻ പോകുന്ന കണക്ക് വന്നിട്ടില്ല. 2024 കണക്കിൽ വന്നത് 10,779 ആത്മഹത്യാ മരണങ്ങൾ കേരളത്തിൽ നടന്നു. എന്താ നമ്മളെ കേരളത്തിന്റെ പൊലിവില്, നമ്മളെ കേരളത്തിന്റെ വിദ്യാസമ്പന്നതയും സംസ്കാര സമ്പന്നൊക്കെ വലിയ കാര്യമായിട്ട് നമ്മളിങ്ങനെ പറയുന്നതാണ്. സ്വന്തം ജീവിതത്തിന്റെ ചെറിയ ചെറിയ പ്രതിസന്ധികളുടെ മുമ്പിൽ ആത്മഹത്യയാണ് പരിഹാരം എന്ന് വിചാരിച്ച് പോയി ജീവൻ നഷ്ടപ്പെടുത്തിയവരുടെ കണക്കാണ് 10,779 ആൾക്കാർ. ഇതിൽ 24% ആളുകൾ, 27% ആളുകൾ 18 വയസ്സിന്റെ 45 വയസ്സിന്റെ ഇടയിൽ ആൾക്കാർ. അങ്ങനെ പ്രായമായാലോ കുടുങ്ങിയ ആൾക്കാരൊന്നല്ല, ചെറിയ ചെറിയ യൗവന പ്രായത്തിലേറ്റിയ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആത്മഹത്യ. അടുത്തത് ആ കണക്കിന്റെ അവസാന പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവർ ആത്മഹത്യ ചെയ്തതിന്റെ കണക്കുകളിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നു. ഇതിപ്പോ ഇവിടെ ഇരിക്കണേ നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ കുടുംബത്തിലൊരു ചെറിയ നീറ്റിപ്പോച്ചലുണ്ടായാൽ പിന്നെ ആ ജോലിക്കൊരു സുഖം ഉണ്ടാവില്ല, അന്ന് സ്കൂളിൽ പോയാൽ രസം ഉണ്ടാവില്ല, അന്ന് എന്ത് ചെയ്താലൊരു ഹുർമത്തുണ്ടാവില്ല, നമ്മൾ പറയില്ല, ഒരു സുഖം ഉണ്ടാവില്ല. കുടുംബമെങ്ങാനും അസ്വാരസ്യങ്ങൾ നിറഞ്ഞു തുടങ്ങിയാൽ വേറെ യാത്ര കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു സുഖം ഉണ്ടാവും. അറിയപ്പെടുന്ന ഒരു സമ്പന്നനായ മനുഷ്യൻ മലപ്പുറം ജില്ലയിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് വീടിന്റെ ഉൾഭാഗം കാണണമെങ്കിൽ കുറച്ച് ദൂരം നടക്കേണ്ടി വരും. ആ മനുഷ്യന്റെ വീടിന്റെ കോലായിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് അദ്ദേഹം കുട്ടിയെ പോലെ കരയാണ്. അദ്ദേഹം പറയാണ്, അതെ എൻ്റെ ബിസിനസ് മൊത്തം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരിക്കൂല, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ വീട് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ എൻ്റെ അടുത്ത അക്കൗണ്ട് തുറക്കും, ഞാൻ വേറെ വീടുണ്ടാക്കും. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാരണം എൻ്റെ മോളാണ്, എൻ്റെ കുടുംബം. എന്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും സ്വസ്ഥമായ ശാന്തമായ കുടുംബാന്തരീക്ഷം നിലനിൽക്കാത്തിടത്തോള് ആ സ്ഥലങ്ങൾ, ആ ഇടങ്ങൾ ഇമ്പമുള്ളതല്ലെങ്കിൽ അവിടെ നരകമായി മാറും. വീട്ടിക്ക് കയറി ചെല്ലുന്നത് പ്രയാസമാണ്. നോക്കിക്കോളി, എനക്ക് പോലെ പ്രോഗ്രാം കഴിഞ്ഞ് 1 മണിക്ക് 2 മണിക്ക് വീട്ടിലെത്തും. ആ പോണ വഴിയിലൊക്കെ ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടല്ല, നോർമൽ ദിവസങ്ങളിൽ പുറത്ത് എത്രയോ വയസ്സായ ആൾക്കാരും കല്യാണം കഴിഞ്ഞവരും വീടും വലിച്ചും വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭാര്യയുണ്ട്, അവർക്ക് വീടുണ്ട്, കുടുംബമുണ്ട്. എന്താണ് അവർ വീട്ടിൽ പോവാത്തത്? വീട്ടിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹവും സന്തോഷവും പരിഗണനയും പ്രശംസയും കിട്ടാത്തതുകൊണ്ടാണ് ആ സാധുക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഭാര്യമാര് പരാതി പറയും, വീട്ടിക്ക് വരുന്നില്ല, എന്നോട് മുണ്ടണില്ല, എന്നോട് സംസാരിക്കണില്ല, എൻ്റെ അടുത്ത് വന്നിരിക്കണില്ല. അത് കാരണമുണ്ട്, ഞാൻ അവരെ ന്യായീകരിക്കാൻ പറയല്ല. അതേപോലെ തന്നെയാണ് എത്രയോ മനുഷ്യന്മാര് തിരിച്ചും അനുഭവിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. ഇവിടെ എന്താണ് ഇസ്ലാം ഒരു കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുടുംബം എന്തിനു വേണ്ടിയാണ് നൽകിയത്? വിവാഹം എന്തിനു വേണ്ടിയാണ് ഇസ്ലാം പഠിപ്പിച്ചത്? അല്ലെ, കല്യാണം വേണ്ട. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എവിടുന്ന? കല്യാണം വേണ്ട. കേൾക്കുന്നവരൊക്കെ പറഞ്ഞു ഭയങ്കര പുരോഗമനം, ആ കുട്ടിക്ക് ഉഷാറ, എന്ത് കല്യാണം വേണ്ടെന്നാ പറയണത്, മിടുക്കി, പുരോഗമനം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ വേണ്ടത് കോളേജ് ഹോസ്റ്റലിലെ ടോയ്ലറ്റിൽ ജീവനുള്ള ഒരു ചോരക്കുഞ്ഞ്. അന്വേഷിച്ചപ്പോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കുട്ടിയാണ്, കല്യാണം കഴിയാത്ത പെണ്ണിലുണ്ടായ ഗർഭമാണ്. ഇത് ഒരു കുഴപ്പമില്ല, കല്യാണം കഴിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു സ്ഥലത്തൊരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഈ വിഷയം ഒന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ വിഷയം? പണ്ട് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻസ് ആയ എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്നൊക്കെ പ്രഗ്നൻ്റ് ആയ ആൾക്കാരൊക്കെ വന്ന് ഒരു ഗുളിക മേടിച്ചു കൊണ്ടുപോകലുണ്ട്. ഇപ്പൊ ആ ഗുളിക വന്ന് മേടിച്ചു കൊണ്ടുപോകുന്നത് കോളേജ് കുട്ടികളാണ്. ഞാൻ പറഞ്ഞു ഇത്രയ്ക്കും പറയാൻ പറ്റുള്ളൂ. പണ്ട് വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യത്തിന് ഡോക്ടർ എഴുതി കൊടുക്കുന്ന ഗുളികയാണ്, തൽക്കാലത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഗുളികയുണ്ട്. ആ ഗുളിക ഇന്ന് മേടിച്ചു കൊണ്ടുപോകുന്നത് വിവാഹം കഴിയാത്ത കോളേജിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഇത് കൊടുത്താൽ എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് ആ വിദ്യാർത്ഥിനോട് ചോദിച്ചത്. കാലഘട്ടത്തിന്റെ പ്രശ്നമായിട്ട് മനസ്സിലാക്കാൻ ഇനിയും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല.
നമ്മുടെ കുട്ടികളിൽ അകപ്പെട്ടിരിക്കുന്ന ചതിക്കുഴി അറിയാതെ പോയ മൊബൈലിന്റെ സൈബർ കുറ്റകൃത്യങ്ങൾ, അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾ, ഗെയിം തട്ടിപ്പുകൾ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ പോയി ചങ്ങരംകുളത്ത്. 1.5 ലക്ഷം രൂപ പോയിട്ട് അവസാനം ഇത് എവിടുന്ന പോണെന്ന് പിടുത്തം കിട്ടാതെ, ഒരിക്കലും സംശയിക്കാതെ ചെന്ന് പെട്ടത് ഒരു മൊബൈൽ ഷോപ്പിലാണ്. ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ എപ്പോഴും പോകണ്ടല്ലോ എന്ന് സംഭവം. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ മോന് ഇവിടെ ഇടയ്ക്ക് വന്ന് ഗെയിം കയറ്റി പോക്കുണ്ട്, നിങ്ങളെ മോനോടൊന്ന് ചോദിച്ചു. മോൻ ഗെയിം കളിച്ചിട്ടേ വാപ്പുണ്ടാക്കിയ 9 മാസത്തെ പൈസയാണ് 4 ദിവസം ഇരുന്ന് ഗെയിം കളിച്ചു പോയത്. 1.5 ലക്ഷം റുപ്യ. ഉമ്മമാരും വാപ്പാരൊക്കെ ഏത് ലോകത്തപ്പ ജീവിക്കുന്ന ചോദിക്കുന്നത്. നല്ലവണ്ണം ഇരുന്ന് മനസ്സിലാക്കി. അതൊരു തോണിയാണ്. ഈ തോണിയിൽ വാപ്പയും ഉമ്മയും കുട്ടികളും ഒരുമിച്ച് തുഴയണം. ഒരാള് കടന്ന് കളിച്ചാല് ഇത് മറിയും, പിന്നെ സുഖം ഉണ്ടാവില്ല. വാപ്പൊന്ന് ഉടക്കായി നിന്ന ആ വീട്ടിലെ തോണി മറിയും. മകൻ ഒരാൾ ഇങ്ങനെ വില്ലനായി നാട്ടിൽ കൂടെ ഇങ്ങനെ വിലസാൻ നിർത്തും. പള്ളിയിലില്ല, ക്ലാസ്സിലെ ഈ സദസ്സിലൊക്കെ കുറച്ച് കുട്ടികളൊക്കെ കാണാനുണ്ട്. മദ്രസ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുക. പൊതുവെ സദസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. കുട്ടികൾ എന്ന് പറയുന്ന ടീം, ആ ഒരു വേണ്ട ടീമുണ്ടല്ലോ, 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ കിട്ടൂല. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വിവാഹം കഴിക്കേണ്ടുന്ന നമ്മുടെ മക്കൾ തെറ്റായ പല ബന്ധങ്ങളുടെയും ഊരാ കുടുക്കുകളിൽ പെട്ടിട്ട് കല്യാണം കഴിക്കാനും പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തി. ബസ്സിൽ ഒരാൾ, ബസ് സ്റ്റോപ്പിൽ എത്തിയ ഒരാൾ, ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് കയറുന്നതിന്റെ മുമ്പ് ഗ്യാപ്പിൽ അങ്ങാടിയിൽ വേറൊരാൾ. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് സർ. ഞാൻ കോളേജിലെ അധ്യാപകൻ, നമുക്ക് ആ വിഷയം പെട്ടെന്ന് വാക്കാൻ മനസ്സിലാവും. ഫ്രണ്ട്ഷിപ്പാണ് സർ. ഇവനോ വീട്ടിൽ ഉമ്മാക്കും കുട്ടികൾക്കും, വീട്ടിലെ വാപ്പാക്കും ഉമ്മാക്കും ഒരു 5 ഉറുപ്പിന്റെ മുട്ടായി വാങ്ങിക്കോത്ത ഇവൻ ഓൾക്ക് ചിക്കൻ ബിരിയാണി മന്തി ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ പൈസ. ടൂർ എന്നൊക്കെ പറഞ്ഞ പണ്ടൊക്കെ നമ്മൾ പെരുന്നാൾക്കൊരു ടൂർ, ഓണത്തിന്റെ അന്ന് ലീവിനൊരു ടൂർ, ക്രിസ്മസിനൊക്കെ ടൂർ ആണെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് ടൂറിനിട്ട് പൊട്ടിക്കുക. ആകാശത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുടുങ്ങിയെന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ പെരലിത്തിരി തിന്നലൊരു ഹോബിയായി മാറിക്കുക. ഞെട്ടിക്കൽ ബിരിയാണിക്ക് കിടക്കണം ആൾക്കാർ. ഞെട്ടിക്കൽ ബിരിയാണി കിട്ടാൻ പുതിയതായിട്ട് പോയി നടക്കണം. സാധാ ബിരിയാണി ഒന്നും ടേസ്റ്റ് പോരാഞ്ഞിട്ട് ഇത് കണ്ടിങ്ങനെ കളിക്കുക, ഇങ്ങനെ വിറപ്പിച്ചിട്ട് ബിരിയാണി. നമുക്ക് ഭ്രാന്തയിക്കുക, മൊത്തത്തിൽ ഭ്രാന്തയിക്കുകയാണോ? അതെ, എനിക്ക് മാത്രം തോന്നിയത് അവർക്ക് അറിയില്ല. നമ്മളെവിടുക്കായി പോണത്? നമ്മളെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്നത്? നമ്മുടെ കുടുംബ പ്രശ്നങ്ങളുമായി വീട്ടിൽ പല ആൾക്കാർ പല കേസുകൾ, മസ്ലഹത്തിന്റെ ആവശ്യത്തിൽ കൗൺസിലിംഗ് ഒന്നുമില്ല, എന്നാലും എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി വെറുതെ ഇരിക്കും. അപ്പൊ ഞാൻ അവസാനം ഇവരോട് ചോദിക്കും, സത്യത്തിൽ നിങ്ങൾ ബെഡ്റൂമിലൊക്കെ ശരിക്കും പോലെ ഉണ്ടോ? കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ആ കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ? അപ്പോൾ പറയും 4 മാസമായി സാറേ. വൃത്തം പറയാണ് 4 കൊല്ലമായി സാറേ, 4 കൊല്ലായി. പിന്നെ ഇപ്പൊ എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം? എന്താണ്? പൈസ ഉണ്ടാക്കുക, കുളിച്ചു പോവുക, ഡ്രസ്സ് മാറ്റി പോവുക, രാത്രി ഒന്ന് കിടന്നുറങ്ങുക. ഇതല്ലല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ. വിവാഹ ജീവിതത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിച്ച നല്ലൊരു ശാരീരിക ബന്ധം അതിലുണ്ട്, നല്ലൊരു മാനസിക ബന്ധമുണ്ട്. നമ്മുടെ കുട്ടികളുടെ വാപ്പയും ഉമ്മയുമായി മാറാനുള്ള ഇണകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോണത്. ദീനുള്ളവരെ തിരഞ്ഞെടുക്കണം, അവരെ നല്ലൊരു വീട്ടിലേക്ക് അവരെ എത്തിക്കണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. നമ്മളെ മനസ്സിനോട് ചോദിക്കും, നമുക്ക് നമ്മളെ വീട് ഇഷ്ടമാണോ? വീട്ടിൽ പോണത് ഇഷ്ടമാണോ? കോളേജിലേക്ക് വരുന്ന കുട്ടിക്ക് കോളേജ് വിട്ടാ വീട്ടിക്ക് പോകണമെന്ന് ചിന്താഗതി ഉണ്ടോ? ജോലി കഴിഞ്ഞ ഭർത്താവിന് വീട്ടിക്ക് പോകണമെന്നുള്ള ചിന്താഗതി ഉണ്ടോ? ജോലി കഴിയുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തൊന്ന് വേഗം എത്തിയിരുന്നെങ്കിൽ എന്ന് ഭാര്യ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെ എവിടെയാണ് പ്രശ്നമെന്ന് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വുൻ ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഇണകളിലൂടെയും നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, സൂക്ഷിച്ചോളൂ, ജാഗ്രത കാണിച്ചോളൂ. എന്താ ജാഗ്രത? കുട്ടികൾ വേണ്ട, അല്ല കല്യാണം വേണ്ട, ഇതൊന്നല്ല ജാഗ്രത. ഇതൊക്കെയുണ്ടെങ്കിലും അവർക്ക് ദീനുള്ളവരായി മാറണം. നല്ല സുരക്ഷിത മക്കൾക്ക് ദീന് കൊടുക്കണം. 7 വയസ്സ് മുതൽ നിസ്കാരം ശീലിപ്പിക്കണം. ഏറ്റവും അടിത്തറയാണ് നിസ്കാരം. 7 വയസ്സ് മുതൽ 3 വയസ്സ് വരെ 3 കൊല്ലക്കാലം 5 വക്ത് നിസ്കാരം വെച്ച് കൂട്ടിയോക്ക്.
3 കൊല്ലക്കാലം 5 വക്ത് നിസ്കാരം പരിശീലിപ്പിച്ചിട്ട് നിസ്കരിക്കാത്തവനാണെങ്കിലാണ് 10ാമത്തെ വയസ്സിന് ശേഷം അടിക്കാനുള്ള യോഗ്യതയുള്ളൂ. വാപ്പാര് നിസ്കാരം കഴിഞ്ഞാ ഫർള് കഴിഞ്ഞാ വീട്ടിൽ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കണം. ഭാര്യമാര് സമയമായ വീട്ടിൽ നിസ്കരിക്കണം. ഇത് രണ്ടും കാണുന്ന കുട്ടിക്ക് ഇനിയൊരു ഉപദേശം കൗൺസിലിംഗ് ആവശ്യമില്ല. കുട്ടിക്ക് മനസ്സിലാകും നിസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പഠിപ്പിക്കുക. ഉമ്മയും വാപ്പയും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ അൽബക്കറയും ആലി ഇമ്രാനും സൂറത്ത് വീട്ടിൽ ഇങ്ങനെ ഓതാണ്. ആരോട് ഉപദേശിക്കാനൊന്നും പോയിട്ടില്ല. ഇതിങ്ങനെ സ്ഥിരമായി ഓതുന്ന രംഗം കണ്ടാൽ അറിയാതെ കുട്ടിക്കും തോന്നും ആ ഖുർആൻ ഒന്ന് തുറന്നോക്കാൻ. കുട്ടി അവിടുന്ന് പഠിക്കുക. ആദ്യത്തെ നമ്മുടെ കേന്ദ്രം വീട്. മദ്രസയ്ക്കാക്കുന്നതിന്റെ മുമ്പ് പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇണകളിൽ നിന്ന് കൺകുളിർമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളിലൂടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ല. ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമ, അതിന്റെ ശിക്ഷ അതികഠിനമാണ്, നീചമാണ്, സഹിക്കാൻ പറ്റാത്തതാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ, മോശപ്പെട്ട സങ്കേതമാണ്, താവളമാണത്. ഈ ബോധം ഉണ്ടാവണം. ആ ബോധമുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മളെ ഭാര്യ, നമ്മളെ ഭർത്താവ്, നമ്മളെ വാപ്പ, നമ്മളെ അമ്മ, നമ്മളെ പെങ്ങള്, നമ്മളെ കുടുംബം, ഇവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ വലിയ അജണ്ടയായി മാറണം. അങ്ങനെ ആകുമ്പോ നമുക്ക് പഠിക്കാനും സദസ്സിൽ വന്നിരിക്കാനും ഖുർആൻ ക്ലാസ്സുകൾ സ്വീകരിക്കാനും പുസ്തകം വായിക്കാനും പീസ് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ജമീൽ ആപ്പ് ഉപയോഗപ്പെടുത്താൻ നേർപ്പദം വാരിക വായിക്കും. ഒരാൾ ഉപദേശം ആവശ്യമില്ല. നമ്മൾ അങ്ങടി എന്ന് ചോദിക്കും, അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തു, ആ പുസ്തകം ഒന്ന് കിട്ടാൻ വഴിയുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ പറയും വേണ്ട 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 എന്ന് പറയും. നമ്മളെ കുട്ടിയൊക്കെ എവിടെങ്കിലൊക്കെ ഊരാൻ കൊടുക്കൽ പെടുമ്പോങ്ങളെ എത്ര 1000 കൊടുത്താലും വേണ്ടില്ല, ഒന്ന് നന്നായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കരഞ്ഞ് ഓരോരുത്തരെ കാലിന്റെ ചോട്ടിലേക്ക് കയറി ചെല്ലും. ഇത് വരാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരെ, ഭാര്യമാരോടുള്ള ബാധ്യത ചെയ്താൽ മതി. അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. എന്ത് ദേഷ്യം പിടിച്ചാലും വലാ തദ്രിബിൽ വജ്ഹ്, മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ, അവളെ വഷളാക്കരുത്. വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. നമ്മൾ നല്ല രാഷ്ട്രീയക്കാരനാണ്, നല്ല പള്ളി കമ്മിറ്റിക്കാരനാണ്, നല്ല വയലുകാരനാണ്. പക്ഷേ ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലവനാകുന്നവനാണ്. വീട്ടിൽ ഉഷാറാവണം, അവിടുത്തെ നല്ലൊരു വാപ്പയാവണം, നല്ലൊരു മാപ്പിളയായിട്ട് മാറണം. നമ്മൾ മരിച്ചാൽ, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഉമ്മു സലമ ബീവി പറഞ്ഞല്ലോ, ഇതുപോലത്തെ ഒരു ഭർത്താവിനെ ഇനി എനിക്ക് കിട്ടുമോ എന്ന് പറയത്തക്ക മാതൃകയുള്ള ദാമ്പത്യം നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഭാര്യമാരെ നമ്മൾ നന്നാവാന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമാണ് ഭർത്താവിനെ അനുസരിക്കുക. നമുക്ക് ഏറ്റവും നിസ്കരിക്കാൻ പണിയില്ല, ഖിയാമുൽ പണിയില്ല, പള്ളി പോകാൻ പണി ഉണ്ടാവില്ല. ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് ഭാരമുള്ള പണിയാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നവർക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞത്. ഭർത്താവിനെ അനുസരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടകരമായതാവില്ല പറയാ, ചിലപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ജോലി തിരക്കുകളുടെ ഇടയിലായിരിക്കും അദ്ദേഹം ഒരു കാര്യം പറയാ. പക്ഷെ അദ്ദേഹത്തെ അനുസരിക്കുക എന്നത് വലിയ ബാധ്യതയാണ്, വലിയ പുണ്യകരമായ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല. നമ്മളെ പ്രിയപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ആളാ, അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ ഒരാൾ കയറാൻ പാടില്ല. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. നമ്മൾ അവിടെ എത്തിയിട്ട് മിസ് കോൾ അടിക്കല്ലേ ചെയ്യുക. ഇവിടുന്ന് പോണതിന് മുമ്പ് പോട്ടെ എന്ന് പെർമിഷൻ ഇല്ലാതെ പോകാൻ പാടില്ല. അങ്ങനെ ഒരു പെണ്ണ് പുറത്തിറങ്ങി, അനുവാദമില്ലാതെ പുറത്തിറങ്ങി നടന്നാൽ ലഅനത്തുൽ മലായിക ഹത്താ തർജിഅ, മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. അതാ ഭർത്താവിന് കിട്ടുന്ന ഒരു വലിയ പരിഗണന.
ഒരു പെണ്ണ് രാത്രി കിടന്നുറങ്ങുകയാണ്, തന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ട്, ഇച്ഛയുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ അവൾ വിസമ്മതിക്കുന്നില്ല. ഒരു കാരണവുമില്ല, ശർഈയായ കാരണമില്ലാതെ മറ്റെന്തൊക്കെയോ കാരണം പറഞ്ഞുകൊണ്ട് അത് വിസമ്മതിച്ചാൽ ലഅനത്തുഹൽ മലായിക ഹത്താ തുസ്ബിഹ്, നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇസ്ലാമാണ് പഠിപ്പിച്ചിരുന്നത്. ഇത് പാലിക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാടുകളിൽ അനുഭവിക്കുന്നത്. നമുക്ക് മക്കളുണ്ടോ? ശ്രദ്ധിച്ചോളിയും, മക്കൾക്ക് ലഭിക്കേണ്ടത് 4 കാര്യങ്ങളാണ്. ഷവർമ, ബ്രോസ്റ്റ്, ബർഗർ, ജ്യൂസ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഈ 4 അല്ല, അത് നോർമലി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് കിട്ടേണ്ടത് 4 കാര്യമാണ്. ഒന്ന് സ്നേഹമാണ്. എന്താണ് കുട്ടികൾ 18 വയസ്സകം കാത്തുക്കണത്? എന്തിനാ? കല്യാണം കഴിക്കാനല്ല, ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ പോണം. അതാരാ? ഓന്റെ മതം പ്രശ്നമല്ല, ജോലി പ്രശ്നമല്ല, അവന്റെ ഭാഷ പ്രശ്നമല്ല, എന്തായാലും കുഴപ്പമില്ല, ഇറങ്ങി പോകാൻ തുനിഞ്ഞിരിക്കുക. കുട്ടിക്ക് ഇപ്പോഴാണ് സ്നേഹം കിട്ടിയത്. ആരെയൊക്കെ എന്നാ കിട്ടിയത്? ഇന്ന് 2 ദിവസം മുമ്പ് കണ്ടവർ, 10 ദിവസം മുമ്പ് കണ്ടവരുടെ കൂടെ ഇറങ്ങി നടക്കുക. സ്നേഹമാണ് ഒന്നാമത് കിട്ടേണ്ടത്. 2 അംഗീകാരമാണ്. നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഒരു അംഗീകാരം. അവർ ചെയ്ത കാര്യത്തിൽ അവരുടെ നന്മകളിലുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് കൊടുക്കേണ്ടത്. 3 പ്രശംസിക്കുക, നല്ലവണ്ണം പ്രശംസിക്കുക. നമ്മളെപ്പോഴും കുറ്റം പറയുന്ന സ്വഭാവമാണ്. പ്രശംസയുടെ മനസ്സ് നമുക്ക് ഉണ്ടാവണം. 4 അവർക്ക് പരിഗണന ലഭിക്കണം. ആവശ്യത്തിന് സ്വാതന്ത്ര്യവും പരിഗണനയും കിട്ടും. ഒന്നിനും സമ്മതിക്കും. ഒന്ന് പുറത്താണ് കളിക്കാൻ വിടും, സൈക്കിൾ വിട്ടാൻ സമ്മതിക്കും, ഒന്ന് മരത്തോട് തൂങ്ങാനായിക്കൂല. ആകെ അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ സ്വാതന്ത്ര്യം കിട്ടുന്നിടത്ത് കുട്ടി ചാടി പോയി. ആവശ്യമായ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ലഭിക്കണം. രക്ഷിതാക്കൾ ഒരിക്കലും പോലീസിനെ പോലെ പെരുമാറരുത്. വെറും ചോദ്യം ചെയ്യുക, കിട്ടുന്നതിനൊക്കെ ചോദ്യം, ഒന്നാ ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും കണ്ടിനൊക്കെ ചോദിക്കും. ഫുള്ള് നെഗറ്റീവ് മെന്റാലിറ്റിയോടെ കുട്ടികളോട് പെരുമാറരുത്. ക്ഷമയോടെ മക്കളോട് പെരുമാറുക. ഞാൻ മക്കൾ എന്ന് ഉദ്ദേശിച്ചത് പുതിയ തലമുറയിലെ മക്കളെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു. നമ്മൾ പഴയ പോലെ നടക്കൂല. നിങ്ങൾ ആ പഴയ വടിയെടുത്തുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൊല്ലം മുമ്പ്. വലിയ ക്ഷമയോടെ പെരുമാറുക, മുഖത്ത് നോക്കി സംസാരിക്കുക, തൊട്ട് സംസാരിക്കുക, അടുത്തറിഞ്ഞ് പെരുമാറുക, ക്ഷമയോടെ പെരുമാറുക. അങ്ങനെ നമ്മുടെ മക്കളുടെ മനസ്സറിഞ്ഞവരുടെ കൂടെ ഒരു ചങ്ങാതിയായി, കൂട്ടുകാരനായി നിന്നില്ലെങ്കിൽ കുട്ടികളെ നമുക്ക് ശത്രുക്കളായി മാറും. നാളെ നമുക്ക് വലിയ തലവേദനകളായി, ബാധ്യതകളായി അവർ മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും. മാതാപിതാക്കളെ കൃത്യമായി പരിഗണിക്കുക. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർ ആരായിരുന്നു? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് സ്വപ്നം കണ്ടവരാ നമ്മളെ. അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കാൻ പറഞ്ഞു. അവരുടെ വാർദ്ധക്യത്തിൽ പ്രത്യേക കരുതൽ കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പ്രത്യേക പരാമർശമുള്ള പ്രാർത്ഥന ഖുർആനിന്റെ അകത്ത്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എത്ര പ്രാർത്ഥന ഖുർആനിൽ വാപ്പാർക്കും ഉമ്മാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനകത്ത്. ആ ഒരു വലിയ സാന്ത്വനവും പരിഗണനയും അവർക്ക് ലഭിക്കേണ്ടതുപോലെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. അവരെ ആരെങ്കിലും ധിക്കരിക്കുന്നുണ്ടോ? അവർക്കൊരിക്കലും ജീവിതത്തിൽ കരകയറാൻ കഴിയൂല. ഈ ബോധത്തോടെയാവണം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. 4 നമ്മൾ അടുത്തതായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളെ ശരിക്കും തിരിച്ച്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഏറ്റവും സ്നേഹത്തോടെ പറയാണ്, നമ്മളൊരു സമൂഹത്തിനകത്ത് ജീവിക്കുന്നവരാണ്. ഈ സമൂഹത്തിനകത്ത് നന്മ നിലനിൽക്കാൻ വേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. ഞാൻ കുടുംബം വീട് പോരാ, നാട്ടിൽ നന്മകൾ പ്രവർത്തിക്കുന്നവരായി മാറണം. ഏറ്റവും നല്ല മനുഷ്യന്റെ ഉദാഹരണം പറഞ്ഞെന്താ അറിയോ? ഖൈറുന്നാസ്, ഏറ്റവും നല്ല മനുഷ്യൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. രാഷ്ട്രീയക്കാരനാവണമെന്നൊന്നുമില്ല. ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നീ കാരണമായി ഒരു വിശ്വാസിയുടെ ഖൽബ് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മികച്ച നല്ല കാര്യം എന്ന് പറയുന്നത്. തഅബനൂ അലൽ ബിർരി വത്തഖ്വാ, നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നന്മയിൽ അവരോട് സഹകരിക്കണം, തഖ്വയിൽ സഹകരിക്കണം. വലാ തഅബനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് തിന്മകളോട് ഒരു കാരണവശാലും സഹകരിക്കരുത്.
അനീതി കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും നടമാടാൻ സമ്മതിക്കരുത്. യഅ്ദിലൂ, നിങ്ങൾ നീതി പാലിക്കണം എന്ന പരാമർശമാണ് നമുക്കുള്ളത്. മക്കളോട്, കുടുംബത്തോട്, നാട്ടുകാരോട്, നമ്മുടേതായ പ്രിയപ്പെട്ടവരോട് നീതിയുള്ളവരായി നമ്മൾ മാറണം. അനീതിയുടെ വക്താക്കളായി മാറരുത്. സമൂഹത്തിൽ ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുന്നവരായി മാറരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. സമൂഹത്തിൽ, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. ഇലക്ഷൻ 10 ദിവസം കഴിഞ്ഞാൽ കഴിയും. പിന്നെ നമ്മൾ അങ്ങാടി കൂടെ ഇറങ്ങി നടക്കാനുള്ളവരാണ്. തല്ലുകൂടി, വഴക്കുണ്ടാക്കി, കച്ചറ ഉണ്ടാക്കി, കുടുംബം തകർത്ത് ആകെ പ്രശ്നമാക്കി മുന്നോട്ട് പോകണ്ട. ഇതൊരു ഭൗതികമായ കാര്യമാണ്. ഈ ഭൗതികമായ കാര്യത്തിന്റെ പേരിൽ നമ്മളെ പരലോകം കളയരുത്. കുടുംബ ബന്ധം വിച്ഛേദിച്ചവന് സ്വർഗല്ല. 3 ദിവസത്തിലധികം പിണങ്ങിയവന് അനുവാദമില്ല. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ പറ്റൂല. ഒരു സാമൂഹിക ജീവിത ക്രമം നമുക്കുണ്ട്. ആ ക്രമം തെറ്റിക്കുന്ന അവസ്ഥ നമുക്കിടയിൽ ഉണ്ടാവരുത്. നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യതയുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്നവരൊക്കെ പണിയാണ്. മൻ ദആ ഇലൽ ഹുദ, ആരെങ്കിലും സത്യത്തിലേക്ക്, നന്മയിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ ഫലഹു അജ്റുൻ മിസ്ലു അജ്രി ഫാഇലിഹി, അത് ചെയ്യുന്നവന്റെ കൂലി പറഞ്ഞു കൊടുത്ത വ്യക്തിക്കുണ്ട്. സമൂഹത്തിൽ നല്ല പറഞ്ഞു കൊടുത്തോ, ആ നല്ലത് ചെയ്യുന്നതിന്റെ കൂലി നമുക്ക് നേടാൻ പറ്റും. നീ കാരണം ഒരു മനുഷ്യൻ ഹിദായത്തിലെത്തിയാൽ ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഹൈറായത് അതാണ്. നമുക്ക് കിട്ടിയ ഹക്ക് മറ്റുള്ളവന് എത്തിക്കണമെന്ന ഒരു പ്രബോധന മനസ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. നമ്മുടെ ബാധ്യതയാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ബലാഗ് എത്തിച്ചു കൊടുക്കുക എന്നത് ഉത്തരവാദിത്തമാണ്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നീ കാരണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. നമുക്കൊരറിവുണ്ടോ, ആ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിരവധി വേദികളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. സമൂഹത്തിന്റെ സന്തുലനാവസ്ഥ, മാന്യമായ ജീവിത രീതിയെ തകർക്കുന്ന അക്രമത്തിന്റെ, അനീതിയുടെ വക്താക്കളായി നമ്മൾ മാറരുത്. അതുപോലെ തന്നെ ഇഷ്ടമനുസരിച്ചുള്ള, മതമനുസരിച്ചുള്ള ജീവിതത്തിന് വിലങ്ങുതടിയായി നമ്മൾ മാറരുത്. ലഹരിയുടെ കുത്തൊഴുക്ക് ഒരു സമൂഹത്തിനെ നശിപ്പിക്കുകയാണ്. ലഹരിയുടെ കുത്തൊഴുക്ക് ഇന്ന് ബാധിക്കുന്നത് ചെറിയ മക്കൾ മുതൽ മുതിർന്ന വലിയവരെ വരെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്നവർ പോലും അതിൻ്റെ ആളുകളായി മാറാൻ സാധ്യതയുണ്ട്. സിഗരറ്റ് പരസ്യമായി വലിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇരുന്ന് വലിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഇടക്ക് ഇതിങ്ങനെ പുക പുറത്തേക്ക് വിട്ടുകൊടുക്കണം, ബാക്കിയുള്ളവർക്കാണ് കിട്ടുന്നത്. ഇവിടെ ക്യാൻസർ കൊണ്ട് എന്തെല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുന്നത്. എന്തൊക്കെ തരം ക്യാൻസറുകളാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് പിന്നെ ഈ സാധനം വലിക്കണോന്റെ അവസ്ഥ എന്താ? അത് വിൽക്കുന്ന കച്ചവടക്കാരന്റെ അവസ്ഥ എന്താ? അയാളെ സമ്പത്ത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഈ മനുഷ്യന്മാർക്ക് ക്യാൻസർ ഉണ്ടാക്കിയിട്ടാണെന്നുള്ള ബോധം ഉണ്ടാവും. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. എല്ലാ ലഹരിയും ഹറാമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയൊക്കെ പുതിയ പുതിയ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. MDMA-യിലാണ്, കഞ്ചാവിലാണ്, ചുണ്ടിനകത്ത് ചെറിയ ചെറിയ ഹാൻഡ്സ് തിരികെ വെക്കുന്നവരുണ്ട്. രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടിയുടെ ശരീരത്തിന്റെ മാറ്റങ്ങളെ ശ്രദ്ധിക്കണം, വിയർപ്പിന്റെ ഗന്ധം ശ്രദ്ധിക്കണം. മക്കള് സമയത്ത് രാത്രിയിൽ വീട്ടിലെത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ലഹരിയുടെ പിടിയാടുകളായി മാറിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലെ അംഗങ്ങളെ തല്ലിച്ചതച്ചതുപോലെ നമ്മുടെ വീട്ടിൽ വരാതിരിക്കാൻ ലഹരിക്കെതിരെ ശക്തമായ ജാഗ്രത നമുക്കുണ്ടാവണം. സമൂഹത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കണം. യാതൊരു നിലക്കുമുള്ള അക്രമത്തിന് നമ്മൾ മുന്നോട്ട് വരരുത്. അതുപോലെ തെറ്റായ ഒരുപാട് സാമ്പത്തിക ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കടം മേടിച്ചാൽ പോലും തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. ബിസിനസിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഓൺലൈനിൽ OTP ചോദിച്ചുകൊണ്ട് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആപ്പുകളുടെയും ഗെയിമുകളുടെയും പേരിൽ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പണം എന്നുള്ളത് ഹലാലായ മാർഗത്തിൽ കിട്ടുന്നതാവണം, ഹലാലായ മാർഗത്തിൽ ചെലവാകുന്നതാവണം. പെട്ടെന്ന് പൈസ ഉണ്ടാവണം. അതിനെന്താ പണി? ചാടി പോവുക, വേഗം ഏതെങ്കിലും ഊരാക്കുടുക്കിൽ പോയി ചാടുക, ഇതിലുള്ള പൈസയും കൂടി പോയി തൊലയുക. കൂടിയാലോചനയില്ല, ആരോട് അഭിപ്രായം ചോദിക്കൂല, ആരോട് പറയാതെ കൊണ്ടിട്ട് പൈസ കൊണ്ടു കൊടുക്കും. പോയതിന് ശേഷം പിന്നെ വന്നിട്ട് ഓന്നെ പറ്റിച്ചേ എന്ന് പറഞ്ഞ അർത്ഥമല്ല. എത്ര മനുഷ്യന്മാരാണ് എത്ര ജ്വല്ലറികളിലും അവിടെയും ഇവിടെയൊക്കെ പോയി പെട്ടിട്ട് ഈ നമ്മളെപ്പോലത്തെ മുസ്ലിങ്ങളായ പർദ്ദയിട്ട നിക്കാബിട്ട ഹാജിമാരും താത്തമാരും പോയിട്ട്
പോയി പരാതി പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഈ പണം എന്തിനു കൊടുക്കുന്നു? ഒരു ബിസിനസ്സിലേക്ക് പണം കൊടുക്കുമ്പോൾ ആലോചിക്കണം, ആ ബിസിനസ്സിന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് ആദ്യം ചോദിക്കും. എന്ത് സാധനമായിട്ട് വിൽക്കുന്നത് എനിക്ക് കാണണം. അത് കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അത് നമുക്ക് പറ്റിയ ഡീലിംഗ് ആണ്. മാസം ഞാൻ ഇത്ര രൂപ തരാന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളിയും, അത് ഹലാലിന്റെ മാർഗത്തിൽ കൂടെ പോകില്ല. പൈസ ബിസിനസ് ആണെങ്കിൽ കുറയും കൂടും. അങ്ങനല്ല, അങ്ങനെ നമ്മൾ കൊടുക്കുവോ? ചിലപ്പം ചില മാസം കിട്ടൂലട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പൈസ കൊടുക്കൂല. അപ്പൊ എന്താ പറയാ, എല്ലാ മാസം 16 പേരും രക്ഷപ്പെട്ടില്ല, ഒരു പണിയില്ല, പൈസ കൊടുത്താൽ മതി, പൈസ അങ്ങനെ കിട്ടല്ലേ. ആദ്യത്തെ മാസം 9ാം തീയതി കിട്ടും. 10ാം തീയതി പറഞ്ഞത് 9ാം തീയതി പൈസ കിട്ടും. അപ്പൊ നമുക്ക് ഭയങ്കര പൊലിവായി. അടുത്ത മാസം 10ാം തീയതി വൈകുന്നേരം കിട്ടും. അടുത്ത മാസം പിന്നെ 30ാം തീയതി വരെ തെരഞ്ഞെടുത്താലും കിട്ടും. പിന്നെ ഫോണും ഇല്ല, ആളെ വിളിച്ചാലും കിട്ടുന്നില്ല. എവിടേക്കാ നമ്മളെ കഥ പോകും? നമ്മളൊക്കെ ഈ നാട്ടുകൂടെയൊക്കെ പലയിടത്തു കൂടി യാത്ര പോകുമ്പോൾ ഓരോരുത്തർ ചെയ്ത് ഒപ്പിക്കുന്ന തട്ടിപ്പുകളുടെ വിവിധങ്ങളായി ഇരകളായി മാറിയ എത്ര മനുഷ്യർ. ദുബായിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പരിചയമുള്ള പള്ളിയിൽ പോയപ്പോൾ ഒരാളെ കണ്ടു. എൻ്റെ പരിചയത്തിലുള്ള ഒരാളെ കണ്ടിട്ട് ആ പരിചയക്കാരനുമായിട്ട് ബിസിനസ് നടത്തുന്നത് 1,14,000 ദിർഹമാണ് കൊണ്ടുപോയി കൊടുത്തത്. 1,14,000 പൈസ അല്ല, ദിർഹം. ഇതാണ് ബിസിനസ് വിശ്വസിച്ച് കൊടുത്ത്. ആള് താടിയുണ്ട്, നെരിയാണിക്ക് മുകളിൽ പാൻറ്റാണ്, പള്ളിയിൽ നിസ്കാരത്തിന് കാണുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തിനാണ് പോയിട്ട് പൈസ കൊടുത്തു. മാസം കിട്ടുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. 1 ഉറുപ്യ കിട്ടാതെ കഥനക്കണ്ണീരുമായിട്ട് ആ മനുഷ്യൻ അവിടെ ചെന്ന് അയാളെ മുമ്പിൽ ചെന്ന് വീഴാണ്. നാട്ടിൽ നിന്ന് ഇയാള് ഫോൺ വിളിച്ചെടുക്കാഞ്ഞിട്ട് ഗൾഫിക്ക് പോവുകയാണ്. ഇയാളെയൊക്കെ വിവരം അറിയാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് പോവുകയാണ്, കിട്ടുന്നില്ല. ഈ മഞ്ചേരി അങ്ങാടിയിൽ ഒരു മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇയാൾ നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് വിചാരിക്കും. ഉമ്മാരെ പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ഒന്ന് നല്ലോണം. അങ്ങനെ പള്ളിയിൽ വന്നിങ്ങനെ ഇരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചങ്ങായി വന്നിട്ട് പതുക്കെ പിന്നെ എന്താ പരിപാടി? ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ്. എന്താ പരിപാടി? നാട്ടിലിങ്ങനെ സെറ്റിൽ ആവാനുള്ള. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, ഈ ഒന്നിലും വീഴരുത്. ഞാൻ എനിക്കൊരു നല്ലൊരു ഹലാലായ ബിസിനസ് കാണിച്ചു തരാം. എന്താ ഹലാലായ ബിസിനസ്? എനിക്ക് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ കച്ചവടം ഉണ്ട്. എന്താ കച്ചവടം? ടെക്സ്റ്റൈൽസ് ആണ്. ഒരു ദിവസം വന്നു കാണിച്ചു തരാം. അപ്പോൾ ടെക്സ്റ്റൈൽസ് അങ്ങനെ കാണിച്ചു കൊടുത്തു, തുണിച്ചപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കച്ചവടം ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. ആദ്യം കൊണ്ടുപോയിട്ട് 30 ലക്ഷം രൂപ എടുത്തു. എഗ്രിമെന്റ് ഇല്ല, പേപ്പറൊന്നുമില്ല, നേരെ 30. പള്ളിക്കന്ന് കണ്ട പരിചയമാണ്, ഹലാലായതിൻ്റെ അടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഈമാനോട് കേട്ടപ്പോൾ ഒരു 30 ലക്ഷം കൊടുത്തു. പിന്നെ ഇയാൾ പറഞ്ഞു പെരുന്നാൾ വരാൻ പോകട്ടോ, പൈസ ഇറക്കാതെ പൈസ കിട്ടൂല. ഒരു 30 കൂടി ചോദിച്ചു. ഇനി 30 കൊടുക്കാൻ ഇയാൾക്കില്ലാത്തപ്പോൾ ഇയാൾ സ്വന്തം പേരെന്നെ കൊണ്ടുപോയിട്ട് ലോൺ എടുത്തിട്ട് 30 ലക്ഷം കൂടി കൊണ്ടുപോയി കൊടുത്തു. ഓണത്തിന്റെ സീസൺ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു സാധനം ഇറക്കാതെ പൈസ സാധനം കിട്ടണമെങ്കിൽ മുതൽ ഇറക്കണം കേട്ടോ, ഇതിൽ സാധനത്തിന് കുറച്ചുകൂടി ജ്യേഷ്ഠന്റെ വീടിന്റെ കൊണ്ടുപോയിട്ട് പലിശ കൊടുത്തു. 1,11,00,000 രൂപയാണ് കൊണ്ടുപോയി കൊടുത്തു മനുഷ്യർക്ക്. അയാൾ ജപ്തിയുടെ നോട്ടീസുമായിട്ട് വന്നിട്ട് കാൽക്ക് വീണ് പൊട്ടിക്കരഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തു. ഞാൻ എന്ത് പറയുന്നത്? എൻ്റെ ശമ്പളം തന്നെ കിട്ടണില്ല, പിന്നെ ഞാൻ എങ്ങനെ പോയാണ്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ സഹായിക്കണം? നിങ്ങൾ പറയും, നിങ്ങൾ യൂസുഫ് അലിനെയോ അല്ലെങ്കിൽ ഗൾഫാർ മുഹമ്മദിനെയോ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. എനിക്കൊരു പരിചയമില്ല. അപ്പം ഞാൻ തിരിച്ചവരോട് ചോദിച്ച ചോദ്യമാണ്, ഇത്രയും പൈസ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സാക്ഷികളുണ്ടോ, എഗ്രിമെന്റ് ഉണ്ടോ, ഈ മനുഷ്യന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും വല്ലതും നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ അയാളടുത്ത് ചെന്ന് പൈസ ചോദിക്കാൻ വേണ്ടി ചെന്നാൽ ഇയാളത്ത് ഗുണ്ടകളാണ്. ഈ പൈസ ചോദിച്ചു വന്നാൽ കൊല്ലുന്ന പറഞ്ഞിരിക്കുന്നത്. ജീവനെ പേടിച്ചിട്ട് ആ വീട്ടിൽ കയറില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള മനുഷ്യനാണ്. ഒന്നും അറിയാതെ എത്രയെത്ര മനുഷ്യരാണ് തൻ്റെ ജീവിതത്തിന്റെ അമൂല്യമായ വിലപിടിപ്പുള്ള സമ്പത്ത് സുഖിക്കേണ്ടുന്ന അനുഭവിക്കേണ്ടത് ഈ വ്യാജ തട്ടിപ്പുകളിൽ കേന്ദ്രങ്ങളിൽ പണം കൊണ്ടുപോയി നിക്ഷേപിച്ച് ഈമാൻ നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ആളുകളെ പഴിചാരി ജീവിതത്തിന്റെ അവസാനത്തിൽ കടക്കാരനായി മുങ്ങി ജീവിക്കുന്നതിന് പകരം ഉള്ള 10 റുപ്യ 20 റുപ്യ 50 റുപ്യ ഉണ്ട് ഏറ്റവും നല്ല ഭക്ഷണം തന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന പൈസ, വെറുതെ കിട്ടുന്ന പൈസക്ക് വലിയ സുഖം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ട് സാമൂഹികമായ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും ചതിക്കുഴികളെയും മനസ്സിലാക്കിയിട്ട്
ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉൾക്കാഴ്ചയുള്ളവരായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. ഈ കരിഞ്ചാപ്പാടിയിലെ ദീനിയായ ഈ ഒരു സദസ്സ്, നല്ല ഒരു സ്ഥാപനം, അള്ളാഹു ഇതൊക്കെ വലിയ ഉയർച്ചയിലേക്കും വലിയ നന്മയിലേക്കുമായി അള്ളാഹു നമുക്ക് വലിയ ഒരു നേട്ടമാക്കി മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വലിയ സന്തോഷവും ഹൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കാരണവന്മാർ പലരും മരണപ്പെട്ടു പോയി, പല പണ്ഡിതന്മാർ നമ്മുടെ ഇവിടെ പറഞ്ഞു പോയി, ഉസ്താദുമാർ ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിലൂടെ, ഇണകളിലൂടെ സമാധാനവും കൺകുളിർമയും അള്ളാഹു നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.